ഈശ്വര ജഗദ്ഭേദരഹിതാദ്വൈത തേജസേ സിദ്ധിവിദ്യാധര ശിവശരവേ ഗുരവേ നമ. ഓം നമോ നമ സമ്പ്രദായ പരമഗുരവേ. സ്നേഹമുള്ളവരെ, പതിവിന് അനുകൂലമായി നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ കളി നാടകത്തിൻ്റെ 2 or 3 പഠന ക്ലാസ്സുകളാണ് കടന്നുപോയത്. കളി നാടകം ഇനിയും ഇന്നത്തെ ഒരു പഠനത്തോടു കൂടി സമ്പൂർണമായി സമർപ്പിക്കാനും പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കുന്നതോടുകൂടി കാളി നാടകത്തിൻ്റെ പഠനം പൂർത്തിയായി എന്നാരും വിചാരിക്കേണ്ട. കാളി നാടകത്തിൻ്റെ പഠനം നമുക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വാതിൽ തുറന്നു തരിക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ദൗത്യം എന്ന് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ അറിവ് എത്രമാത്രം വികസിക്കുന്നുവോ അതനുസരിച്ച് കാളി നാടകത്തെ നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പുതിയ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. നമ്മുടെ അറിവ്, നമ്മുടെ ബോധമണ്ഡലം എത്രമാത്രം വികസിക്കുന്നുവോ അതനുസരിച്ച് കാളി നാടകത്തിൻ്റെ ആശയതലങ്ങളും അർത്ഥതലങ്ങളും വികസിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ പ്രത്യേകത മാത്രമല്ല, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഓരോ കൃതികളുടെയും പ്രത്യേകത അതുതന്നെയാണ്. കാരണം ഓരോ വായനയിലും ഓരോ അർത്ഥതലങ്ങളും ആശയതലങ്ങളും തെളിഞ്ഞു കിട്ടുക എന്നുള്ളതാണ് ഭഗവാന്റെ കൃതിയുടെ ഒരു പ്രത്യേകത. കാരണം ഒരു ഗുരുവിൻ്റെ ധ്യാനമാണിത്. ധ്യാനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവതകളെ അവർ മൗനത്തിൻ്റെ ഭാഷയിലായിരിക്കും നമുക്ക് പരിചയപ്പെടുത്തുക. അപ്പോൾ ഭഗവാന്റെ കൃതികളുടെ വാക്കുകളും അക്ഷരങ്ങളും ശ്ലോകങ്ങളുമായി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് മൗനത്തിൻ്റെ അക്ഷരരൂപങ്ങളാണ്. മൗനത്തിൻ്റെ ഇടിമുഴക്കങ്ങളാണ്. ഒരു ധ്യാനിയായ ഗുരുവ്, ആ ഗുരുവിന് ഓരോ തലങ്ങളും പ്രത്യക്ഷീഭവിക്കുന്നത് മൗനത്തിൻ്റെ ആഴങ്ങളിൽ വെച്ചാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഗുരുവിൻ്റെ വചനം മൗനത്തിൻ്റെ ഭാഷയാണെന്ന് പറയാറുണ്ട്. മൗനത്തിൻ്റെ ഭാഷയാണ്. നമ്മൾ സാധാരണ പഠിതാക്കൾക്കോ സാധാരണ വായനക്കാർക്കോ മനസ്സിലാകാത്ത വിധത്തിലുള്ള ഒരു ഭാഷയാണ് മൗനത്തിൻ്റെ ഭാഷ. അത് നമ്മളിൽ ആരെങ്കിലുമൊക്കെ അല്പാൽപമായിട്ടെങ്കിലും ധ്യാനത്തിനോ മൗനത്തിലോ ഇരിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ മൗനത്തിന് ഒരു ഭാഷയുണ്ടെന്നും മൗനത്തിന് ഒരു ശബ്ദമുണ്ടെന്നും മൗനത്തിന് ഒരു മുഴക്കമുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പാൽപമായെങ്കിലും നമ്മൾ ഒരു ധ്യാനത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ്. അങ്ങനെ മാറുമ്പോൾ മാത്രമേ നമുക്ക് ഈ മൗനത്തിൻ്റെ ഭാഷ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ കളി ചിന്തനം ഇതൊരു ചിന്തനമാണ്, ഒരു മനനമാണ്. കാളി ദൈവചിന്തനം, ഒരു ദൈവചിന്തനത്തിൻ്റെ ഒരു കാളിയുടെ രൂപമാണ് ഇവിടെ നമുക്ക് ദൈവചിന്തനമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഭഗവാന്റെ പല കൃതികൾക്കും പല രീതിയിലുള്ള പേരുണ്ട്. ദൈവചിന്തനം എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. ഭഗവാന്റെ എല്ലാ കൃതികളെയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം പൊതുവായി കൊടുക്കാവുന്ന ഒരു പേര് ദൈവചിന്തനം എന്നുള്ളതായിരിക്കും. ഈ 64 കൃതികൾക്ക് നമുക്ക് ഒരു പേര് കൊടുക്കണം, ഒറ്റ പേര് കൊടുക്കണം എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ പേര് ദൈവചിന്തനം എന്നുള്ളൊരു പേരാണ്. അനവധി അവതാരമൂർത്തികളായ ദൈവത്തെയും അവതാരമില്ലാത്ത അരൂപിയായ മൂർത്തികളെയും ഒക്കെ തന്നെ ഒരു ചിന്തനത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷീഭവിക്കുന്ന ഒരു അത്ഭുത ചിത്രമാണ് ഗുരുവിൻ്റെ ദൈവികമായ ലോകം. അപ്പം അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും നമുക്ക് പരിചയപ്പെടാനും ഒക്കെ ഒരു മഹാഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് ഈ മഹാഗുരുവിൻ്റെ കുലത്തിൽ വന്ന് പിറന്നതുകൊണ്ടും മഹാഗുരുവിൻ്റെ കുലത്തിൻ്റെ നാഥനായി കുലഗുരുവായി ഭഗവാൻ വന്ന് അവതരിച്ചതുകൊണ്ടും ഒക്കെ നമുക്ക് കിട്ടിയ സൗഭാഗ്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. നമുക്കറിയാം, ഭാരതത്തിലെ അനവധി കുലങ്ങളും ഗോത്രങ്ങളും
വർഗങ്ങളുമുണ്ട്. അതിൽ ഒരു കുലഗുരുവിനെ ലഭ്യമായിട്ടുള്ള അപൂർവം കുലങ്ങളിൽപ്പെട്ടവർ ആണ് നമ്മൾ. ഒരു കുലഗുരുവിനെ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ കുലഗുരു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു പരമഹംസദേവനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബ്രാഹ്മണർക്ക് എങ്ങനെയാണ് ശങ്കരാചാര്യർ, അതുപോലെ മറ്റു കുലങ്ങൾക്ക് വേദവ്യാസനെ പോലെ, ബ്രാഹ്മണർക്ക് രമണ മഹർഷിയെ പോലെ, ശ്രീരാമകൃഷ്ണദേവനെ പോലെ ഒരു കുലഗുരുവിനെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഒരു കുലഗുരുവിനെ ലഭ്യമായ അപൂർവമായ ഭാഗ്യം സിദ്ധിച്ച ഒരു കുലത്തിൽ പിറന്നവരാണ് നാം ഓരോരുത്തരും എന്ന് അഭിമാനിക്കുക, അറിയുക. ഇതിൽ അഹങ്കരിക്കാൻ പാടില്ല, ഇതിൽ നമ്മൾ അഭിരമിക്കാൻ പാടില്ല. വിനയപൂർവം വിവേകപൂർവം നമ്മളിതിനെ ഉൾക്കൊള്ളുക, അതിനെ നാം ഉൾക്കൊള്ളുക. അങ്ങനെ വേണം ഉൾക്കൊള്ളാൻ. അപ്പോഴാണ് നമ്മൾ ഗുരുവിൻ്റെ കുലത്തിൻ്റെ ആ മഹിമയിലേക്ക് ഉയർന്നു ചെല്ലാൻ കഴിയുക. അഹങ്കാരവും അഭിനിവേശവും ഒന്നും ഒരു ഗുരുവിൻ്റെ പിന്മുറക്കാർക്ക് പറ്റിയതല്ല. അവർ എപ്പോഴും വിനയാന്വിതരായിരിക്കണം. ആ വിനയത്തിലൂടെ ആയിരിക്കണം ഭഗവാന്റെ ആശയങ്ങളുടെ ചക്രവാളത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത്. അവിടെ കടന്നു ചെന്നാൽ മാത്രമേ ഭഗവാൻ നമുക്ക് വേണ്ട സ്വാഗതമരുളുകയുള്ളൂ, ഭഗവാൻ നമ്മളിൽ അനുഗ്രഹം വർഷിക്കുകയുള്ളൂ എന്നും അറിഞ്ഞുകൊള്ളുക. ഇനിയും നമുക്ക് ദേവി ചൈതന്യം എപ്രകാരമാണ് ഭക്തരിലേക്ക് പ്രസരിക്കുക എന്ന് കഴിഞ്ഞ ഒരു 2-3 ഭാഗങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ ദേവതാ സങ്കല്പത്തെയല്ല മഹാഗുരു ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്കറിയാം, പല സ്തോത്രകൃതികളും നമ്മൾ പഠിക്കുന്നുണ്ട് മറ്റു പലരുടെയും. അപ്പോൾ അതിലൊക്കെ തരുന്ന ഭക്തിയുടെ സങ്കല്പവും ഭക്തിയുടെ ലോകമല്ല ഇവിടെ നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഞാനൊന്ന് പാരായണം ചെയ്യും, ഞാനൊന്ന് വായിക്കും. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക. നമുക്കിന്ന് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ഒരുമിച്ചൊന്ന് ആരംഭിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം എടുക്കുകയും ഒന്നാമത്തെ ആ ഒരു ശ്ലോകം മുതൽ, ഒരു വരി മുതൽ അവസാന വരി വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം. ആർക്കെങ്കിലുമൊക്കെ തെറ്റുകൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ തിരുത്താം. അതിനൊക്കെയുള്ള കറക്ഷന് വേണ്ടിയുള്ള ഒരു ദിവസം കൂടിയായിട്ട് നമുക്ക് ഈ അവസാന ദിവസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. കഴിഞ്ഞ പ്രാവശ്യം ഭഗവതിയുടെ തിരുസ്വരൂപം, ആ ശരീരവർണ്ണന, ആ രൂപവർണ്ണനയൊക്കെ ആയിരുന്നു നടന്നത്. അതിൻ്റെ അല്പം കൂടി മനോഹരമായ ആ അംഗപ്രത്യംഗ വർണ്ണനയിലേക്ക് നമുക്ക് കടന്നു പോകാം. കണങ്കാലടിത്താമരപ്പൂവിലോലം കളിക്കുന്ന പൂന്തേൻ നുകർന്നാത്ത മോദം വിളങ്ങുന്ന ദേവാംഗനാഗാനമേളം കളം വീണ നാനാവിധം വാദ്യഭേദം ശ്രവിച്ചും സഖീ ചാരു നര്യാണി തന്നിൽ ക്ഷണദ്കാരപൂരം വഹിച്ചും നടന്നും മുതാ ശോഭ കൈലാസ ശൃംഗേലസിച്ചും തഥാ ദേവനാരീ സമക്ഷം വഹിച്ചും നമിച്ചും സുരന്മാർ വഹിച്ചും കടാക്ഷം ഗമിച്ചും നിജാനന്ദമോടാവിരാശം അവധിക്കുള്ള കാമൻ ലഭിച്ചും പദാന്തേ ഭജിച്ചും തഥാ വാസദേശേ വസിച്ചും സുഖിച്ചും രമിച്ചും സ്വകാര്യേശ്വലം സംഭ്രമിച്ചങ്കുരിച്ചത്തലും മൂലമാക്കി വിളങ്ങുന്നിവണ്ണം ഭവ തൃക്കട കൺചുളിച്ചൊന്നു നോക്കായ മൂലം കൃപാലോ നമസ്തേ നമസ്തേ. നമസ്തേ മഹാഘോര സംസാരവാരാനിധിക്കക്കര കേറുവാൻ തൃപ്പദത്താരിണ കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ലമ്പ കാരുണ്യരാശേ. നനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിടത്തേൻ കടാക്ഷൻ ലഭിപ്പാനണഞ്ഞേൻ പദാംബോജ വൈമുഖ്യമെന്നിൽ പിണഞ്ഞിടലാതെ. നമസ്തേ നമസ്തേ നമസ്തേ. പണം പെണ്ണിലും മണ്ണിലും ചെന്നു പുക്കാശ്വസിച്ചാത്തമോദം പണം ഗുണം കെട്ടു ദുഃഖിച്ചു പോവാനായിക്കൊൽ ഋണം ദേഹമെന്നോർത്തു സത്വാദിയാം മുക്കുണം കെട്ടു പെട്ടോരു മായാവിലാസം ക്ഷണം ക്ഷീണലോക പ്രപഞ്ച പ്രവാഹം ക്ഷീണജ്യോതി രാജേന്ദ്രതാരം. നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ.
ഞാനിങ്ങനെ വളരെ വേഗത്തിൽ വായിച്ചു പോയപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു പദച്ഛേദം പോലെ എങ്ങനെയാണ് ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ഓരോ വരിയിലുമുള്ള വാക്കുകളെ എങ്ങനെ മുറിച്ച് നോക്കണം, അപ്പോൾ അതിലൂടെ തെളിഞ്ഞു വരുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനത് നിർത്തി ഒന്ന് വായിച്ചു തരാം. അതുകൂടെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ പിന്നെ ഓരോ വരിയും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വിടുക. ഒരു പെൻസിൽ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് തന്നെ വിട്ടോളൂ പെൻസിൽ. അപ്പം ഞാനത് വായിക്കുന്നു. കണങ്കാല് അടിത്താമര പൂവിലോലം കളിക്കുന്ന പൂന്തേന്നുകർന്ന ആത്തമോദം വിളങ്ങുന്ന ദേവാംഗന ഗാനമേളം കളം വീണ നാനാവിധം വാദ്യഭേദം ശ്രവിച്ചും സഖീ ചാരു നര്യാണി തന്നിൽ ക്ഷണത്കാരപൂരം വഹിച്ചും നടന്നും മുദാശോഭ കൈലാസ ശൃംഗേ ലസിച്ചും തഥാ ദേവനാരീ സമക്ഷം വഹിച്ചും നടന്നും മുദാശോഭ കൈലാസ ശൃംഗേ ലസിച്ചും തഥാ ദേവനാരീ സമക്ഷം വഹിച്ചും നമിച്ചും സുരന്മാർ വഹിച്ചും കടാക്ഷം ഗമിച്ചും നിജാനന്ദമോട് ആവിരാശാവധിക്കുള്ള കാമം ലഭിച്ചും പദാന്തേ ഭവിച്ചും ഭജിച്ചും തഥാ വാസദേശേ വസിച്ചും സുഖിച്ചും രമിച്ചും സ്വകാര്യേശ്വലം സംഭ്രമിച്ച് അങ്കുരിച്ചത്തലും മൂലമാക്കി വിളങ്ങുന്നിവണ്ണം ഭവതൃക്കടക്കൺ ചുളിച്ചൊന്ന് നോക്കായിക മൂലം കൃപാലോ നമസ്തേ നമസ്തേ. ഈ രീതിയിൽ അതിനെ നിങ്ങളൊന്ന് ചിട്ടപ്പെടുത്തിക്കൊള്ളുക. ഇനി അടുത്ത വാക്യം കൂടെ വായിക്കാം. നമസ്തേ മഹാഘോര സംസാരവാരാനിധിക്ക് അക്കരെ കയറുവാൻ തൃപ്പദത്താരിണ കപ്പലല്ലാതെ ഒരാലംബനം മറ്റെനിക്കൊന്നുമില്ല അമ്പ കാരുണ്യരാശേ. നനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിണത്തേൻ കടാക്ഷം ലഭിപ്പാൻ അണഞ്ഞേൻ. പദാംഭോജ വൈമുഖ്യമെന്നിൽ പിണഞ്ഞിടൊല അതേ നമസ്തേ നമസ്തേ നമസ്തേ. പണം പെണ്ണിലും മണ്ണിലും ചെന്ന് പുക്കാശ്വസിച്ച ആത്മോദം ഗുണം കെട്ട് ദുഃഖിച്ച് പോവാനായിക്കൊല്ല ഋണം ദേഹമെന്നോർത്ത് സത്വാദിയാം മുക്കുണം കെട്ട് പെട്ടോരു മായാവിലാസം ക്ഷണം ക്ഷീണരോഗപ്രപഞ്ചപ്രവാഹം ക്ഷീണ ജ്യോതിരാജേന്ദ്രതാരം നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ. ഇപ്രകാരം ഇത് വായിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇങ്ങനെ വായിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് നോക്കാം. നമുക്കറിയാം, കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവതിയുടെ തിരുവുടൽ വർണ്ണന, ആ തിരുമുഖവും തിരുനാസികയും തൃക്കണ്ണുകളും തൃച്ചെവികളും ഭഗവതിയുടെ കവിൾത്തടങ്ങളും കഴുത്തും മാറിടങ്ങളും ഉടൽ ശോഭയും ആ പൊക്കിൾക്കൊടിയും ഉദരാഭയും ആ തൃത്തുടക്കാമ്പുകളും കാമവണ്ടി കുടത്തി നിഴിഞ്ഞ ആ താഴേക്ക് ഒഴുകിപ്പോകുന്ന കാലിണകളും കണങ്കാലും ആ പാദാഗ്രശോഭവും നമുക്കറിയാം. ആ ജലത്തിലൂടെ ഒഴുകിപ്പോകുന്ന ആമയുടെ ആ പാദത്തിന്റെ മൃദുലമായിരിക്കുന്ന പാദാഗ്രശോഭം ഭഗവതിയുടെ പാദത്തിനുണ്ട് എന്ന് ഭഗവാൻ നമ്മളോട് പറയുകയാണ്. അത്രമാത്രം മനോഹരമാണ്, അത്രമാത്രം പേലവത്വമുള്ളതാണ്, അത്രമാത്രം മൃദുലതയുള്ളതാണ് എന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു തരികയാണ് ഭഗവാൻ. ഇനിയും അടുത്തത് എന്താണെന്നുകൂടി നമുക്ക് നോക്കാം. കണങ്കാലടിത്താമരപ്പൂവിൽ
ഭഗവാൻ ഇവിടെ ഭക്തിപാരവശ്യത്താൽ സ്വയം മറന്ന് പാടുകയാണ്. ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ മുമ്പിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ഭഗവതിയുടെ തിരുസ്വരൂപം അതുപോലെ അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ അത് കണ്ട് ചിത്തനായി ഭ്രമചിത്തനായി പുളകിതഗാത്രനായി തൻ്റെ നാവുകൾ കൊണ്ട് തൻ്റെ ഭാവനകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കടന്നുപോയിക്കൊണ്ട് ഭഗവതിയുടെ ആ സുന്ദര സ്വരൂപ വർണ്ണന ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പറയുകയാണ്, ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ഭഗവതിയുടെ ആ പാദങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? കണങ്കാലടി താമരപ്പൂവായിട്ട് തോന്നുന്നു. ഒരു താമരപ്പൂവാണ് ഭഗവാന്റെ പാദങ്ങൾ, ഭഗവതിയുടെ പാദങ്ങൾ. അതാണ് പറയുന്നത്. കാളീ ചിന്തനത്തിന്റെ ആ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഉന്മത്തനായി നിൽക്കുന്ന ഒരു ഭക്തന്റെ ഭാവനാവിലാസമാണ് ഇവിടെ നമ്മളിവിടെ കാണുക. വളരെ ഭക്തയുടെ ഉന്മത്തതയിൽ നിൽക്കുന്നതായ ഒരു ഭക്തന്റെ അവസ്ഥയിലേക്ക് ഭഗവാൻ വീരുകയാണ്, അവിടേക്ക് പോവുകയാണ്. അവർ പറയുകയാണ്, ഭഗവതിയുടെ ആ കാൽത്താമരകൾ തൃത്താമരകൾ പോലെ തന്നെ കാണപ്പെടും. കണങ്കാലടി താമരപ്പൂവിൽ വിലോലം കളിക്കുന്ന പൂന്തേൻ നുകർന്ന്. ആ ജലാശയത്തിന്റെ ഉപരിതലത്തിൽ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവിൽ തങ്ങി നിൽക്കുന്നതായ തേൻകണങ്ങൾ നുകർന്നുകൊണ്ട് ദേവാംഗനമാർ അവിടെ ഗാനമേളം നടത്തുന്നു. ഗാനം കൊണ്ട് മേളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവതിയുടെ തൃക്കാലിണകളെ പോലെ ഇരിക്കുന്ന ആ താമരപ്പൂ പോലെ ഇരിക്കുന്ന ആ തൃക്കാലിണകളിൽ നിന്നും ഉതിർന്നു വരുന്ന തേൻ നുകർന്നുകൊണ്ട് ദേവാംഗനമാർ, ദേവസുന്ദരിമാർ, ദേവലോകവാസികളായിരിക്കുന്ന സുന്ദരാംഗിമാർ എന്തു ചെയ്യുന്നു? അവർ വാദ്യഗീതങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നു, സ്തുതിഗീതങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നു, ഗീതങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നു. ഭഗവതിയെ അവർ സ്തുതിക്കുകയാണ്. ആ സ്തോത്രങ്ങൾ കൊണ്ട് അവളുടെ അനുഗ്രഹത്തെ വാങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥനാനിർഭരായി നിൽക്കുന്നു ദേവ സ്ത്രീകൾ. അവർ ആത്മമോദം, വർദ്ധിച്ച മോദം എന്ന് പറഞ്ഞാൽ സന്തോഷം, ആത്മമോദം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച സന്തോഷം. അതിൽ പരം സന്തോഷം അവർക്ക് എങ്ങു നിന്നും ലഭിക്കാനില്ല. ഭഗവതിയുടെ തൃക്കാലിണകളാകുന്ന ആ താമരപ്പൂവിൽ നിന്നും ഊർന്നു വരുന്ന ആ തേൻ നുകരുന്നതിനേക്കാൾ വർദ്ധിച്ചതായ ഒരു സന്തോഷം അവർക്ക് എവിടെ നിന്ന് ലഭിക്കാൻ? എങ്ങും നിന്ന് ലഭിക്കാനില്ല. അത് നുകർന്നുകൊണ്ട്, ആ തേൻ നുകർന്നുകൊണ്ട് അവർ ഉന്മത്തരായി നിന്ന് പാടുകയാണ് ഭഗവതിയുടെ സ്തുതിഗീതങ്ങൾ. ഉന്മത്തരായി നിന്ന് പാടുന്നു. അവിടെ ഈ പാട്ടുകൾ മാത്രമാണോ ഉള്ളത്? അല്ല, അവിടെ ഒരു ഗാനത്തിൻ്റെതായ ഒരു ലോകം, ഒരു ദേവലോകം, നാദത്തിൻ്റെതായ ഒരു ലോകം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കളം വീണ നാനാവിധം വാദ്യഭേദം. ഈ സംഗീതം മാത്രമല്ല അവിടെ കേൾക്കാൻ ലഭിക്കുന്നത്, നാനാവിധത്തിലുള്ള വാദ്യങ്ങൾ അവിടെ അതാ ഒരു പഞ്ചാരി പോലെ, ഈ ഒരു നാദ വിസ്മയം പോലെ അവിടെ ചേർന്ന് നിന്ന് മുഴങ്ങിക്കേൾക്കുകയാണ്. അവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ദേവാംഗനമാരുടെ കൈകളിലൊക്കെ തന്നെ പല വിധത്തിലുള്ള വാദ്യ ഉപകരണങ്ങളുണ്ട്. അവരതൊക്കെ തന്നെ ഭഗവതിയുടെ ആനന്ദത്തിനും ഭഗവതി ഇഷ്ടത്തിനും അനുസരിച്ച് അതിൽ നിന്ന് ഗാനങ്ങളും നാദങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. കളം വീണ നാനാവിധം വാദ്യഭേദം ശ്രവിച്ചും. ഇതൊക്കെ ശ്രവിച്ചുകൊണ്ട് നിൽക്കുന്നു ഭഗവതി. ഭഗവതി എന്താ ചെയ്യുന്നത്? ഈ ദേവാംഗനമാരുടെ കൈകളിൽ ഇരിക്കുന്ന വാദ്യോപകരണങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദങ്ങൾ, ആ ഗാനങ്ങൾ ശ്രവിച്ച് ആനന്ദ തുന്തിലയായി നിൽക്കുന്നു ഭഗവതി. വാദ്യഭേദം ശ്രവിച്ചും സഖീചാരു നരിയാണി തന്നിൽ ജണത്കാരപൂരം വഹിച്ചും. ഭഗവതി ഈ സംഗീതം കേട്ടുകൊണ്ട് അവിടെ അനങ്ങാതെ അങ്ങ് നിൽക്കുകയാണോ? അല്ല, ഭഗവതിയുടെ ചാരു നരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണങ്കാൽ എന്നാണ്. ചാരു എന്ന് പറഞ്ഞ വാക്കിനർത്ഥം മനോഹരമെന്നാണ്. ആത്മമോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ച സന്തോഷമെന്നാണ്. വിലോലം കളിക്കുന്ന, വിലോലം എന്ന് പറഞ്ഞാൽ വളരെ ലോലലോലമായി, അതീവ മൃദുലമായി എന്നാണ് അതിന്റെ അർത്ഥം. കളം വീണ നാനാവിധം വാദ്യഭേദം ശ്രവിച്ചും. ഇത് കേട്ട് കഴിയുമ്പോഴേ ഭഗവതി ഈ ദേവാംഗനമാരുടെ കൈകളിലിരിക്കുന്ന വാദ്യ ഉപകരണങ്ങളിൽ നിന്ന് വീഴുന്ന നാദത്തിനനുസരിച്ച് ചാരുനരിയാണി, ആ പാദത്തിന്റെ കണങ്കാലിൽ കെട്ടിയിരിക്കുന്ന ചിലങ്കകളുണ്ട്.
ആ സഖീചാരു നിര്യാണി തന്നിൽ ചണത്കാരപൂരം വഹിച്ചും. അത് ഇങ്ങനെ തമ്മിലിടുകയാണ്. ആ കണങ്കാലിൽ കെട്ടിയിരിക്കുന്ന ചിലങ്കകൾ തമ്മിലിടങ്ങി ആ ചണത്കാരപൂരം വഹിച്ചു ഈ നാദവിസ്മയത്തോടൊപ്പം ചേർന്നിരിക്കുന്നു. നടന്നും മുതാ ശോഭ കൈലാസ ശൃംഗേലസിച്ചും. അപ്പം അവൾ ആ ശോഭനോത്തായ മനോഹരിയായിരിക്കുന്ന ഭഗവതി നടന്നും മുതാശോഭ അതുകൊണ്ടുണ്ടാകുന്ന ശോഭ കൈലാസ ശൃംഗേലസിച്ച്. കൈലാസം എന്ന് പറയുന്ന ആ ഗിരിമുകള് ഇതാ അതിന്റെ നാദ വിസ്മയത്താൽ, അതിന്റെ സൗന്ദര്യ വിസ്മയത്താൽ, അതിന്റെ താളവിസ്മയത്താൽ ഇങ്ങനെ കോൾമയിർ കൊള്ളുകയാണ്. കൈലാസ ശൃംഗം ആകപ്പാടെ ഇതിലങ്ങ് കോരിത്തരിക്കുകയാണ്. തഥാ ദേവനാരീ സമക്ഷം വഹിച്ചും. അപ്പം എന്ത് ചെയ്യുന്നു? ഈ സ്തുതിഗീതങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുന്ന ദേവാംഗനമാരുടെ മുമ്പിൽ ഭഗവതി തന്റെ വിശ്വരൂപം, വിരാട് രൂപം പ്രദർശിപ്പിച്ചു കൊടുക്കുന്നു. നടന്ന മുദാശോഭ കൈലാസ ശൃംഗേ ലസിച്ചും. ലസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലസിക്കുക എന്ന് പറഞ്ഞാൽ വിരാജിക്കുക പിന്നെ എന്നാണ് അതിന്റെ അർത്ഥം. ലസിക്കുക, പ്രഭചൊരിയുക, വിരാജിക്കുക. മുദാശോഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ച ശോഭ. കൈലാസ ശൃംഗേ ലസിച്ചും തഥാ ദേവനാരീ സമക്ഷം വഹിച്ചും. അതാ ഭഗവതി അവർക്ക് ദർശനം കൊടുക്കുന്നു. ഈ സ്തുതിഗീതങ്ങൾ കേട്ടുകൊണ്ട്, അവരുടെ സംഗീതങ്ങൾ ശ്രവിച്ചുകൊണ്ട്, അവരുടെ വാദ്യോപകരണങ്ങളിൽ നിന്ന് ഉതിരുന്ന ആ വിസ്മയം ആസ്വദിച്ചുകൊണ്ടും ഭഗവതി അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു, അവർക്ക് കടാക്ഷം കൊടുക്കുന്നു. നമിച്ചും സുരന്മാർ വഹിച്ചും. അതോടൊപ്പം തന്നെ ദേവാംഗനമാർ മാത്രമല്ല അവിടെ ഉള്ളത്, വേറെ ആരുണ്ട്? സുരന്മാർ, ദേവന്മാരും ഭഗവതിയുടെ അനുഗ്രഹത്തിനായി അവിടെ എത്തിയിരിക്കുന്നു. നമ്മളിവിടെ മനസ്സിലാക്കുക, ഇതൊരു സമ്പൂർണമായ ഒരു ദൈവ ചിന്തനമാണ് ഇവിടെ നടക്കുക. അവിടെ ദേവി മാത്രമല്ല, നമ്മൾ ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ കണ്ടു, ഭഗവതിയുടെ അനുഗ്രഹം തേടി വന്നിരിക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയും ദേവ സമൂഹത്തെയും ഒക്കെ നമ്മൾ ആദ്യം കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് പോരുക. അപ്പോഴിവിടെ വീണ്ടും അവരുടെ സമാഗമം ഇവിടെ ഭഗവാൻ ഇതൊരു നാടകത്തിൽ എന്നതുപോലെ നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കേണ്ടതാണ്. അഭിനയിച്ച് കാണിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് ഒരു നാടകം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കവിതകൾ കൊണ്ട് ഒരു നാടകത്തിന്റെ ആഖ്യാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു നാടകത്തിൽ എന്നതുപോലെ തെളിഞ്ഞു വരണം. ഒരു നാടകത്തിൽ എന്നതുപോലെ തെളിഞ്ഞു വരണം. ഭഗവതി നിൽക്കുന്നു, ചുറ്റുമായി ദേവാംഗനമാർ നിൽക്കുന്നു, അവർ ഗാനങ്ങൾ കൊണ്ട് ഭഗവതിയെ സന്തോഷിപ്പിക്കുന്നു. അതോടൊപ്പം ഇതാ ദേവഗണങ്ങളും അവിടെ എത്തിയിരിക്കുന്നു. അവരെന്താ പറയുന്നത്? നമിച്ചും സുരന്മാർ. നമിക്കുക. ആര്? ദേവന്മാർ അവിടെ വന്ന് നമിച്ചുകൊണ്ട്, ശിരസ് കൊമ്പിട്ടുകൊണ്ട്, ശിരസ് നമിച്ചുകൊണ്ട് നിൽക്കുന്നു. നമിച്ചും സുരന്മാർ വഹിച്ചും കടാക്ഷം ഗമിക്കുകയാണ്. ഭഗവതിയിൽ നിന്ന് നിരന്തരമായി ആ ഒരു ദർശനം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി അവർക്ക് ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഭഗവതി. നിജാനന്ദമോടെ, നിജാനന്ദം, ഇവിടെ ആനന്ദം എന്ന് പറയുന്നത് നിജമായ ആനന്ദം, കൃത്യമായ ഒരു ആനന്ദം നമുക്ക് തരുന്നു. ഇവിടെ ഈ നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വാക്കുകളാണ് ആനന്ദവും സന്തോഷവും. നമ്മുടെ ജീവിതത്തിൽ നാം തേടുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ സന്തോഷമാണ്, ആനന്ദമാണ് എന്ന് നാം പറയാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ആനന്ദമാണ് ഇവിടെ വിളിക്കുക. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട്, ദർശനം കൊണ്ട് നമുക്ക് ലഭിക്കുക ആനന്ദമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഈ വാക്കുകൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സന്തോഷം എന്ന് പറഞ്ഞാൽ നൈമിഷികമായ ഒരു അനുഭവമാണ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പുളകം കൊള്ളിക്കുന്നതായ ഒരു നൈമിഷിക ദർശനം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വികാരമാണ് സന്തോഷം. ഈ സന്തോഷത്തിന് അധിക ദൈർഘ്യമുണ്ടാകില്ല. ഒരു നൈമിഷികമായ ഒരു അനുഭൂതിയായിരിക്കും സന്തോഷം. അതേസമയം നിജമായ ആനന്ദം, കൃത്യമായ ആനന്ദം, എന്താണ് പറയുന്നത്? നിജമായ ആനന്ദം, ഒരു കൃത്യമായ ആനന്ദം നിജമാണ്, അത് നിജപ്പെടുത്തിയിരിക്കുകയാണ്. ആ ആനന്ദത്തെ നമുക്ക് നിരന്തരമായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം അവിടെയുണ്ട്. ഈ ആനന്ദം നൈമിഷികമല്ല. ഭഗവതിയെ ആരാധിക്കുന്നതിലൂടെ, ഉപാസിക്കുന്നതിലൂടെ, ഭഗവതിയുടെ അനുഗ്രഹം നേടുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത്, വികാരം എന്ന് പറയുന്നത് സന്തോഷമല്ല, ആഹ്ലാദമല്ല, നിജമായ ഒരാനന്ദം. നിങ്ങൾ ആ ആനന്ദത്തിൽ ഭ്രമിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. ആ ആനന്ദത്തിൽ നിങ്ങൾ അഭിരമിച്ചു പോകില്ല, അതിൽ നിങ്ങൾ പുളകിതരാകില്ല. പക്ഷേ
നിങ്ങളുടെ അന്തർധാരയെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ പ്രവൃത്തിയെ നിരന്തരമായി പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനന്ദത്തിന്റെ ഒരു പ്രവാഹമായി, ഒരു നിരന്തര ആനന്ദത്തിന്റെ ഒരു മൗന ധാരയായി, മൗനപ്രവാഹമായി നിങ്ങളുടെ ചേതനയ്ക്കുള്ളിൽ അത് നിലനിൽക്കും. നിങ്ങളുടെ ബോധത്തിനുള്ളിൽ അത് നിലനിൽക്കും. അത് നിത്യമാണ്, നിരന്തരമാണ്, അവിനാശിയാണ്, ഒരിക്കലും ഇല്ലാതെയാകുന്നതല്ല. നിത്യമായി നിരന്തരമായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അത് നിജമായിരിക്കും. അത് നിജപ്പെടുത്തിയിട്ടുണ്ട്, അത് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരിക്കലും നിങ്ങൾക്ക് അഭിരമിക്കാനോ ആഹ്ലാദം പ്രകടിപ്പിക്കാനോ നിങ്ങൾക്ക് സാധ്യമാകില്ല. അതൊരു നിജമായ ആനന്ദമാണ്. ഈ നിജാനന്ദമാണ് നിജാനന്ദ വിലാസം എന്ന് പറയുന്ന ഒരു കൃതി ചട്ടമ്പി സ്വാമികൾ എഴുതിയിട്ടുണ്ട്. ഇവരൊരു സമകാലീനരായിരുന്നല്ലോ. നിജാനന്ദ വിലാസം എന്ന് വെച്ചാൽ ഒരു ധ്യാനിയായ ഗുരുവിന്റെ, ഒരു ഉപാസകനായ ഒരു ഗുരുവിന്റെ ധ്യാനവേളയിൽ അവർക്ക് ലഭിക്കുന്ന ഒരു വികാരം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു അനുഭൂതി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിജാനന്ദമാണ്. ഇതൊരു ഭക്തന് ലഭ്യമാകുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ സമീപിക്കേണ്ടത് ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ കടന്നു വന്ന ആനന്ദത്തിന്റെയും ബ്രഹ്മവിദ്യയുടെയും ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഒക്കെ സ്വഭാവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നിജാനന്ദം കിട്ടുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഈ കാളീയ ചിന്തനത്തിലൂടെ ഭഗവാൻ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സങ്കടങ്ങളെ നിവാരണം ചെയ്യുമെന്നും, നിങ്ങളുടെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുമെന്നും, നിങ്ങൾക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുമെന്നും, നിങ്ങൾക്ക് നഷ്ടങ്ങളെ ഇല്ലാതെയാക്കുമെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ കേട്ടു വന്നപ്പോഴും അവസാനമായി ഈ കാളീ ചിന്തനത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത് നിത്യമായ നിരന്തരമായ ആനന്ദമാണ്. അത് ഒരു യോഗിക്കോ, ഒരു സിദ്ധനോ, ഒരു ബുദ്ധനോ, ഒരു ഉപാസകനോ ഒക്കെ ലഭിക്കുന്നതായ ഒരു അനുഭൂതിയാണ് ലഭിക്കുന്നതെന്നും കൂടെ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഈ കാളീ ചിന്തനത്തിന്റെ അല്ലെങ്കിൽ കാളീ നാടകത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ലഭ്യമാകുക കാളിയെ ഉപാസിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എന്താണ്? നിജാനന്ദമാണ്. നിജമായ ഒരു ആനന്ദം നമുക്ക് ലഭിക്കും. അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ കാളിയിലേക്ക് അടുക്കേണ്ടത്. നമുക്കറിയാം, നമ്മളിൽ പല ആൾക്കാരും തന്നെ കൃത്യമായി ഗുരുവിൽ ഒരു ഭക്തിയുണ്ട്, അയ്യപ്പനിൽ ഭക്തിയുണ്ട്, ദേവിയിൽ ഭക്തിയുണ്ട്, പരമശിവനിൽ ഭക്തിയുണ്ട്. അങ്ങനെ പല ദേവതകളിലും ഭക്തിയുള്ള ഉപാസകരാണ് നാം ഓരോരുത്തരും. പക്ഷെ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭക്തിയിലൂടെ നമ്മുടെ അഹന്തയെ നമ്മൾ വളർത്തുകയും നമ്മുടെ അഹങ്കാരത്തെ നമ്മൾ വർദ്ധിപ്പിക്കുകയും നമ്മളിൽ ഒരിക്കലും ഒരു നിജമായ സ്വഭാവത്തിന്റെ രൂപീകരണം ലഭ്യമാകാതെ പോവുകയും ചെയ്യും. അതാണ് ഇവിടെ കണ്ടുവരുന്നത്. ഈശ്വര വിശ്വാസികൾ മൊത്തം അഹങ്കാരികളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കയ്യിലൊരു കുറിയോ, നെറ്റിയിലൊരു കുറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്തിയുടെ അടയാളങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ അഹങ്കാരികളായി മാറിപ്പോകുന്ന ഒരു കാലത്താണ് നാം ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരിക്കലും അതല്ല ഈശ്വര ചിന്തയിലൂടെ, ദൈവചിന്തനത്തിലൂടെ, കാളീ ചിന്തനത്തിലൂടെ, ഗുരുചിന്തനത്തിലൂടെ, ശ്രീനാരായണ ഗുരു പരമഹംസ ദേവന്റെ ദർശന ചിന്തനത്തിലൂടെ നമുക്ക് ലഭ്യമാകാനുള്ളത് സ്നേഹമാണ്, വിനയമാണ്, വിവേകമാണ്, സൗഹൃദമാണ്, കൂട്ടായ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അതാണ് നിജമായ ആനന്ദം നമുക്ക് പകർന്നു തരിക. സ്നേഹ സാഹോദര്യങ്ങൾ കൊണ്ട്, പരസ്പര സ്നേഹവിശ്വാസങ്ങൾ കൊണ്ട്, കൂട്ടായ്മകൾ കൊണ്ട് ആണ് നാം നമ്മുടെ ജീവിതത്തെ ഗുരുവിന്റെ പദത്തിലേക്ക് ഉയർത്തേണ്ടത്. ഇതില്ലെങ്കിൽ ഗുരുവില്ല. നിങ്ങൾ എത്രമാത്രം പഠിക്കുന്നുവോ, നിങ്ങൾ എത്രമാത്രം ചിന്തനം ചെയ്യുന്നുവോ, അതൊന്നും നിങ്ങളുടെ ജീവിതത്തെ പോഷിപ്പിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിരന്തരമായ ആന്തരിക സംഘർഷത്തെ തരുവാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അതുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ വചനങ്ങളിൽ എന്താണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഭക്തിയിലേക്കും അറിവിലേക്കും കടന്നു പോകണം. ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നിജാനന്ദം ലഭിക്കുകയുള്ളൂ. ഒന്നിലും അതിരുവിട്ട ആനന്ദത്തിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് മാനവും അപമാനത്തിലും നമ്മൾ സമമാനസരായിരിക്കണം. ദുഃഖത്തിലും സന്തോഷത്തിലും നമുക്ക് അനവധി സൗഭാഗ്യങ്ങൾ ഒരുമിച്ച് ഒരേ നിമിഷം ലഭ്യമാകുമ്പോഴും, ഒരേ നിമിഷം നമുക്ക് അനവധി ദുഃഖങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമ്പോഴും നമ്മൾ സമചിത്തതയോടുകൂടിയിരിക്കണം. ആ സമചിത്തതയോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ കഴിയുകയുള്ളൂ. പിന്നെ ഇവിടെ നിജാനന്ദം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ആ നിജാനന്ദത്തെ തേടിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ സൗധത്തിലേക്ക് നാം ഓരോരുത്തരും എത്തണം. നിജാനന്ദമായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
നിജമായ ആനന്ദം, കൃത്യമായ ആനന്ദം, നിലനിൽക്കുന്നതായ ആനന്ദം. ഈ ആനന്ദം നമ്മളെ അഹങ്കാരിയാക്കാത്തതായ ആനന്ദം, ആകാത്ത ഒരു ആനന്ദം. ആ നിജാനന്ദത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദേവന്മാരും ദേവഗണങ്ങളും ഒക്കെ തന്നെ അവിടെ കടന്നു വരുന്ന എന്തിനു വേണ്ടിയാണ്? ഭഗവതിയുടെ അനുഗ്രഹം നേടി നിജമായ ആനന്ദം, നിത്യമായ ആനന്ദം, നിരന്തരമായ ആനന്ദം, അതിരുകടക്കാത്ത ആനന്ദം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഭഗവതിയുടെ മുമ്പിലേക്ക് എത്തുക. അവർക്കത് ലഭിക്കുന്നു. നിജാനന്ദമോട് ആവിരാശാവധിക്കുള്ള കാമം ലഭിച്ചും അവർക്ക് അവരുടെ കാമിതങ്ങൾ, കാമിനീ കാഞ്ചനങ്ങളൊക്കെ തന്നെ അവർക്ക് ലഭ്യമാകുന്നു. കാമം ലഭിച്ചും അവരാഗ്രഹിക്കുന്നതൊക്കെ അവർക്ക് ലഭിക്കുന്നു. കാമം ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ അവർക്ക് അവരുടെ ജീവിതത്തെ ആനന്ദപ്രദമായ, നിജമായ ആനന്ദപ്രദമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ ഭൗതിക സമൃദ്ധികളിൽ ലഭിക്കുക. അതിനാണ് കാമം ലഭിക്കുക എന്ന് പറയുക. കാമം നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് കാമദേവന്റെ ദൗത്യം. അപ്പൊ നമുക്ക് നിത്യമായ നിജമായ ആനന്ദത്തെ ലഭിക്കുന്നതിന് വേണ്ട ഭൗതിക സമൃദ്ധി നമുക്കുണ്ടാകണം. കാമം ലഭിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് നാം പറയുക, ശ്രീനാരായണ ഗുരുദേവൻ ഒരു പ്രത്യേകമായ ദർശനമാണ് ലോകത്തിന് തന്നിരിക്കുന്നത്. കാമവിരോധിയല്ല ഭഗവാൻ. കാമത്തിനെ നിഷേധിച്ചിട്ടില്ല, ഭൗതിക സുഖത്തെ നിഷേധിച്ചിട്ടില്ല. ഭൗതിക സുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും തന്നെ ഈശ്വരനിലേക്ക് നടന്നെടുക്കാനാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. നിന്റെ ജീവിതത്തിൽ നീ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു കൊള്ളുക, പക്ഷേ അത് നിജമായ ആനന്ദത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ മാത്രമായിരിക്കണം നിങ്ങൾ ആ ഭൗതിക സുഖത്തിലേക്ക് കടന്നു ചെല്ലാൻ. അതിവിടെ പറയുന്നു, നിജാനന്ദമോട് ആവിരാശാവധിക്കുള്ള കാമം ലഭിച്ചും അവർക്ക് ലഭ്യമാകേണ്ട ആത്മീയമായ ഭൗതികമായ എല്ലാം പകർന്നു കൊടുത്തുകൊണ്ട്, നൽകിക്കൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവതി അവർക്ക് ദർശനം കൊടുക്കുന്നത്. പദാന്തേ ഭജിച്ചും അവർ വന്നിട്ട് ഇതൊക്കെ ലഭ്യമായതിനു ശേഷം അവർ നന്ദികേടോടുകൂടി ഇറങ്ങിപ്പോവുകയാണോ? ഭഗവതിയുടെ അനുഗ്രഹ വർഷം ആവോളം സ്വീകരിച്ച് നിജമായ ആനന്ദത്തെ സ്വീകരിച്ചിട്ട് ഇറങ്ങി ഒറ്റ ഓട്ടമാണോ ഓടുന്നത്? നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ലഭിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ലഭിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് കൈ കിട്ടിയിട്ട് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി ഒരൊറ്റ ഓട്ടമാണ്. നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഇത് എവിടെ നിന്ന് ലഭിച്ചു, എങ്ങനെ ലഭിച്ചു, ആര് തന്നു, ഇതിന് അവരനുഭവിച്ചിരിക്കുന്ന ത്യാഗം എന്താണ്, അവരുടെ വൈഭവം എന്താണ്, ഇതൊന്നും നമ്മൾ തിരിച്ച് ചിന്തിക്കാതെ കിട്ടിയതുമായി ഒരൊറ്റ ഓട്ടമാണ്. അതൊക്കെ നമ്മൾ വളരെയേറെ അതാണ് നിജമായ ആനന്ദം. നമുക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ അനുഗ്രഹം നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്, എവിടെ നിന്നാണ് ലഭിച്ചത്, ആരിൽ നിന്നാണ് ലഭിച്ചത്, ആ സ്മരണ, ആ ഓർമ്മ, ആ നന്ദി, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടിരിക്കണം. അതൊരു നിക്ഷേപമായി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കുറ്റി അവിടെ അടിച്ച് കെട്ടി, ആ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കണം. നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചു പോകാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ഭഗവാനാണ്, ശ്രീനാരായണ ഗുരു പരമഹംസ ദേവനാണ് നമ്മൾ ഓർക്കുക. അപ്പൊ ആ ഒരു ബന്ധം, നിരന്തരമായ ബന്ധം, ആ ഒരു കയറ്, ആ ഒരു പാശം, ഭഗവാനാകുന്ന ആ ഒരു മർമ്മത്തിൽ, ആ അച്ചാണിയിൽ നമ്മൾ ശക്തമായി കെട്ടിയിട്ടിരിക്കണം. ഒരിക്കലും അത് പൊട്ടിപ്പോകാൻ പാടില്ല. ആ സ്മരണ ഉണ്ടായിരിക്കണം, ആ നന്ദി ഉണ്ടായിരിക്കണം, ആ കടപ്പാട് ഉണ്ടായിരിക്കണം, ആ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ആ ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. ഇതോടുകൂടിയായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതായ ദുഃഖ ദുരിതങ്ങൾ ഒരിക്കലും നിങ്ങളിലേക്ക് സർവേശ്വരൻ വർഷിക്കില്ല. ഉറപ്പാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ ദുഃഖങ്ങൾ വരും, ദുരിതങ്ങൾ വരും. പക്ഷേ ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാനുള്ള കരുത്തും ബലവും ആത്മവിശ്വാസവും ഒക്കെ പകർന്നു തന്നുകൊണ്ട് സർവേശ്വരൻ കൈവിടാതെ നിങ്ങളുടെ കൈകളിൽ പിടിച്ചിരിക്കും. ദൈവം നിങ്ങളുടെ കൈകളിൽ കൈവിടാതെ പിടിച്ചിരിക്കും. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതെ ഞങ്ങളെ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കരങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ബലിഷ്ഠമായ ബലത്തോടുകൂടി നിങ്ങളെ പിടിച്ചിരിക്കും, താങ്ങിയിരിക്കും. നമ്മൾ മറക്കാൻ പാടില്ല. ഇതൊന്നും യുക്തിവാദത്തിൻ്റെതായ അളവുകോലുകൾ കൊണ്ട് നിങ്ങൾ കാണേണ്ടതല്ല. നിങ്ങളുടെ വിമർശന ബുദ്ധിയോടുകൂടിയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട്, സർവേശ്വരനെ അറിഞ്ഞുകൊണ്ട്, ഗുരുവിന്റെ വചനങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെ സ്വീകരിക്കണം. അപ്പം
നിജാനന്ദമോട് ആവിരാവിശ ആശാവധിക്കുള്ള കാമം ലഭിച്ചും പദാന്തേ ഭജിച്ചും. അപ്പോഴും അവര് ഭഗവതിയുടെ പാദാന്തികത്തിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറല്ല. അവരുടെ ഭജനകൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആനന്ദം ലഭിക്കുന്നതനുസരിച്ച് തന്നെ ഭജനയുടെ, സമർപ്പണത്തിന്റെ, വിശ്വാസത്തിന്റെ ബലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, അളവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. പദാന്തേ ഭജിച്ചും തദാവാസദേശേ വസിച്ചും. കൈലാസത്തിൽ നിന്ന് അവർക്ക് പോകാൻ പറ്റുന്നില്ല. ഭഗവതിയുടെ ആ പദാന്തികത്തിൽ നിന്ന് അവർക്ക് പോകാൻ കഴിയുന്നില്ല. സുഖിച്ചും രമിച്ചും കട സ്വകാര്യേശ്വലം സംഭ്രമിച്ച്. സുഖിച്ചും രമിച്ചും, അവിടെ ലഭ്യമായിരിക്കുന്ന സുഖ സൗകര്യങ്ങളെ അവർ രമിക്കുകയാണ്, ആറാടുകയാണ്. ഭ്രമചിത്തരായി സുഖിച്ചും രമിച്ചും സ്വകാര്യേശ്വലം സംഭ്രമിച്ച് അങ്കുരിച്ചത്തലും മൂലമാക്കി വിളങ്ങുന്നിവണ്ണം. അവിടെ ഇരുന്നുകൊണ്ട് അവര് എന്താണ് പറയുന്നത്? ഭഗവതി, ഞങ്ങൾ എന്തെല്ലാം ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് കടന്നു വന്നത്, എന്തെല്ലാം ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു വന്നു. ഞങ്ങൾക്ക് സ്വകാര്യ ദുഃഖങ്ങളിൽ ഞങ്ങൾ ഭ്രമിച്ചു പോയിരുന്നു, സംഭ്രമിച്ചു പോയിരുന്നു. അത്തലുണ്ടായിരുന്നു. അങ്കുരിച്ച് അത്തൽ എന്ന് പറഞ്ഞാൽ ദുഃഖം, ദുരിതങ്ങൾ, ആതങ്കങ്ങൾ, സങ്കടങ്ങൾ. അങ്കുരിച്ച അത്തൽ. ഞങ്ങളുടെ ജീവിതത്തിലെ കഴിഞ്ഞു വന്ന ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖത്തിന്റെ വിത്തുകളാണ് മുളച്ചു വന്നത്, അങ്കുരിച്ചു വന്നത്. അങ്കുരിച്ച് അത്തലും മൂലമാക്കി വിളങ്ങുന്ന വണ്ണം. ഇപ്രകാരം വസിക്കുന്ന ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് ആവശ്യം? ഞങ്ങളുടെ നിത്യ ഭൗതിക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ദുഃഖ ദുരിതങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ തന്നെയും ഉള്ളിൽ വഹിച്ചുകൊണ്ട് ഭഗവതിയുടെ പാദസേവ ചെയ്യുന്നു. ഞങ്ങൾക്ക് എന്താണ് ആവശ്യം? ഭവതൃക്കടക്കണ്ണ്. അല്ലയോ അമ്മേ, കാളി, ഭദ്രേ, ഭഗവതി, നിന്റെ ആ കണ്ണ് ഒന്ന് തുറക്കുക. തൃക്കടക്കൺ, നീ നിന്റെ കണ്ണ് പൂർണ്ണമായി പോലും ഒന്ന് തുറക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നിന്റെ കടക്കണ്ണൊന്ന് തുറന്നുകൊണ്ട് നീ ഞങ്ങളെ ഒന്ന് നോക്കാമോ? ആ കൈലാസവാസ വസിക്കുന്ന ആ ദേവഗണങ്ങളും ദേവാംഗനമാരും പറയുകയാണ്, ഭഗവതി, നീ ഞങ്ങളുടെ ഗാനത്തിലും നൃത്തത്തിലും ഞങ്ങളുടെ സ്തോത്രങ്ങളിലും സംതൃപ്തിയായി നിൽക്കുന്നു. അത് മാത്രം മതിയോ? ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഞങ്ങൾക്ക് നിജമായ ആനന്ദം ലഭിക്കുന്നു. അത് മാത്രം പോരാ ഭഗവതി, നീ നിന്റെ തൃക്കടക്കണ്ണ്, ആ കണ്ണിന്റെ കടക്കണ്ണുകൊണ്ട് നീ ഞങ്ങളെ ഒന്ന് നോക്കണം. ഇത് നോക്കാതിരുന്നാലോ? ആ നോക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ദുഃഖങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു വരിക. ഭവതൃക്കട കൺചുളിച്ചൊന്ന് നോക്കായിക മൂലം. ഞങ്ങൾക്ക് എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളും വേദനകളും ഉണ്ടായിട്ടുണ്ടോ, അത് എന്തുകൊണ്ടാണ്? അമ്മേ സർവേശ്വരി, കാളി, ദേവി, അമ്മേ ഭദ്രേ, നീ നിന്റെ ആ തൃക്കണ്ണ് തുറന്ന്, ആ കടക്കണ്ണെങ്കിലും തുറന്ന് ഞങ്ങളെ ഒന്ന് നോക്കായിക മൂലമാണ് ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് പറയാണ് കൃപാലു. പറയണം, അല്ലേ അമ്മേ, നീ കൃപാലു ആണല്ലോ, ആശ്രയിക്കുന്നവർക്ക് എന്തും പകർന്നു കൊടുക്കുന്ന കാരുണ്യമൂർത്തി അല്ലേ അമ്മേ, നീ കൃപാലു ആണല്ലോ. കൃപ ഭഗവതിയുടെ ആ ഉണ്മയുടെ അകക്കാം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആശ്രയം തേടിയെത്തുന്നവരിലേക്ക് അനുഗ്രഹത്തെ വാരി ചൊരിയുന്ന കൃപയുടെ സാഗരമാണ് നീ, അല്ലയോ കൃപാലു. കൃപാലുവായിരിക്കുന്നവളെ നമസ്തേ നമസ്തേ. എൻ്റെ എല്ലാ നമസ്കാരങ്ങളും നിന്നിലേക്ക് ഇതാ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ നമസ്കാരങ്ങളും ഭഗവതി നിന്റെ പാദപങ്കജങ്ങളാകുന്ന ആ തൃപാദങ്ങളിലേക്ക്, താമര പോലെയുള്ള ആ തൃപാദങ്ങളിലേക്ക് ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. എന്തുമാത്രം നീ ചെയ്താൽ മതി. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സംപ്രീതയായി, ഞങ്ങളുടെ ഗാനങ്ങളിലും ഈ മേളങ്ങളിലും സംപ്രീതയായി നീ നിന്റെ തൃക്കണ്ണിന്റെ ആ കടക്കണ്ണ് തുറന്ന് ഞങ്ങളെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഞങ്ങൾക്ക് നിജാനന്ദം ലഭിക്കും. ആ ആനന്ദലാഭത്തിനായി മാത്രമാണ് ഭഗവതി നിന്റെ ഈ താവളത്തിൽ, നിന്റെ ഈ സങ്കേതത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം സമർപ്പിക്കുന്നു. ഇനിയും നമുക്ക് അടുത്ത ഭാഗം നമസ്തേ മഹാഘോര സംസാരവാരാനിധിക്കക്കരെ കേറുവാൻ
തൃപ്പദത്താരിണക്കപ്പലല്ലാതൊരാലംബനം മറ്റെനിക്കൊന്നുമില്ലംബ കാരുണ്യരാശേ. നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിണത്തേൻ കടാക്ഷൻ ലഭിപ്പാനണഞ്ഞേൻ പദാംബോജ വൈമുഖ്യമെന്നിൽ പിണഞ്ഞിടലാതെ. നമസ്തേ നമസ്തേ നമസ്തേ. മണം പെണ്ണിലും മണ്ണിലും ചെന്ന് പുക്കാശ്വസിച്ചാത്തമോദം ഗുണം കെട്ടു ദുഃഖിച്ചു പോവാനായി കൊല്ലണം ദേഹമെന്നോർത്ത് സത്വാദിയാം മുക്കുണം കെട്ടുപെട്ടോരു മായാവിലാസം ക്ഷണം ക്ഷീണലോകപ്രപഞ്ചപ്രവാഹം ക്ഷീണജ്യോതിരാചന്ദ്രതാരം. നമസ്തോ നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ. ഇവിടെ പറയുന്നത് എന്താണ്? ഭഗവാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആചന്ദ്രതാരം, ഈ സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങൾ എത്ര കാലമുണ്ടോ അവയുടെ എന്നാണോ ഒടുങ്ങുന്നത് അത്രയും കാലം അമ്മേ ഭഗവതി നിന്റെ പാദങ്ങളിലേക്ക് ഞാൻ എൻ്റെ എല്ലാ നമസ്കാരങ്ങളും സമർപ്പിച്ചു കൊള്ളാം എന്നുള്ളൊരു വലിയ പ്രതിജ്ഞ ആണ് ഇവിടെ ചെയ്യുന്നത്. വലിയൊരു പ്രതിജ്ഞയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന ഇവിടെ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ നാടകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നാടകം എഴുതിയിരിക്കുന്ന നാടക കർത്താവായിരിക്കുന്ന ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ ഒരു നാടകകർത്താവായിട്ടാണോ നിൽക്കുന്നത്, അതോ ഒരു ഭക്തനായിട്ടാണോ നിൽക്കുന്നത് എന്നുകൂടി നാം ചിന്തിക്കണം. അതോ മറ്റാർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആളായിട്ടാണോ ഭഗവാൻ ഇവിടെ നിൽക്കുന്നത്? ഇതെല്ലാ രൂപത്തിലും ഭഗവാനെ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടിയാണ്, ഏഴകൾക്ക് വേണ്ടിയാണ്, ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ ലോകവാസികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പ്രാർത്ഥന. നാം അനുഭവിക്കുന്ന നമ്മുടെ നിരന്തര ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ട് കരട് പൊട്ടി നിൽക്കുന്ന ഒരു ഗുരുവിന്റെ പ്രാർത്ഥനയാകാം. കണ്ടില്ലേ, ഏഴകളായ അനേകർ ഈ ലോകത്താകെ ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് ഉടലുന്നു, സങ്കടങ്ങളിൽപ്പെട്ട് ഉടലുന്നു, നഷ്ടങ്ങളിൽപ്പെട്ട് തകർന്നു പോകുന്നു, വേദനകളിൽപ്പെട്ട് ഉടലുന്നു. അല്ലയോ അമ്മേ കാളി, നീ അവർക്ക് അനുഗ്രഹം ചൊരിയണം എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നാരായണ ഗുരുവിനെ നമുക്കിവിടെ കാണാം. അതല്ല, സ്വന്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭക്തനെ നമുക്കിവിടെ കാണാം. അങ്ങനെ നാം ഇവിടെ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ സ്വരൂപം എന്താണെന്ന് നമുക്ക് സംശയിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഞാനിത് പറയുമ്പോൾ പോലും ഞാനൊരു ഉറപ്പായ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഭഗവാനുടെ ഭക്തനായി നിൽക്കുകയാണോ, അതോ ഒരു നാടക കർത്താവായിട്ട് ഇവിടെ നിൽക്കുകയാണോ, അതോ ഈ ഉപാസനാമൂർത്തിയായിട്ട് തന്നെ ഇവിടെ നിൽക്കുകയാണോ എന്നെനിക്കറിയില്ല. നമുക്കറിയാൻ കഴിയുന്നില്ല. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ ഒരു ഗുരുവിന്റെ ചേതോവികാരം, മനോകൽപ്പനകള്, ആന്തരിക ലോകം എപ്രകാരമാണ് ചലിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഗുരുവായി മാറുക. അതുകൊണ്ട് നാം അറിഞ്ഞുകൊള്ളണം. നമസ്തേ പറയുകയാണ്. അല്ലയോ അമ്മേ, നമസ്കാരം ഞാൻ നിനക്ക് ചെയ്യുകയാണ്. കൃപാലുവായ അമ്മേ, നിന്റെ പിന്നിൽ നിനക്ക് ഞാൻ നമസ്കാരം, നിരന്തരമായി ഞാൻ നിന്നെ നമസ്കരിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഭഗവാൻ അവിടം കൊണ്ട് നിൽക്കാൻ തയ്യാറില്ല. വീണ്ടും തന്റെ നാവിൽ നിന്ന് ഈ നമസ്കാരം ഇങ്ങനെ നിരന്തരമായി പ്രവഹിക്കുകയാണ്. നമസ്തേ. മഹാഘോര സംസാരവാരാനിധിക്കക്കരെ കയറുവാൻ. അപ്പൊ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യം, ഒരു പ്രപഞ്ച സത്യം ഭഗവാൻ നമ്മളോട് പറയുകയാണ്. ഈ പ്രപഞ്ച ജീവിതം എന്താണ്? ഞാൻ ഉൾപ്പെടുന്ന, നീ ഉൾപ്പെടുന്ന, നാം ഏവരും ഉൾപ്പെടുന്ന, സർവചരാചരങ്ങളും ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഓരോ നിമിഷങ്ങളും കടന്നു പോകുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഘോരമാണ് ഈ വരാനിധി. സംസാരം എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മുടെ ജീവിതം, നിത്യജീവിതം, നമ്മുടെ നിരന്തര ജീവിതം, ഈ ലോകവാഴ്വ് എന്താണ്? മഹാഘോരമാണ്. നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. നമ്മുടെ ജീവിതം പോലും ഓരോ നിമിഷവും നമുക്ക് തോന്നുക എന്താണ്? ആനന്ദത്തെക്കാൾ, സന്തോഷത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഏതാണ്? പ്രശ്നങ്ങളും സങ്കീർണതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വെല്ലുവിളികളുമാണ്. ഈ സത്യം മഹാഗുരു നൂറ്റാണ്ടുകൾ, ദശാബ്ദങ്ങൾക്ക് മുമ്പ് കണ്ടിട്ട് പറയുകയാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ ചരാചരങ്ങളും അല്ലെങ്കിൽ ഈ മാനവർ ആകമാനം എന്തിലാണ് പെട്ടുകിടക്കുന്നത്? ഘോരമായിരിക്കുന്നത്. അതിലപ്പുറം അതിനെ പറയാൻ പറ്റില്ല. വാക്കുകളിലെ ഏറ്റവും മഹത്തായ വാക്കുകൾ കൊണ്ട് ഈ പ്രപഞ്ച ജീവിതത്തെ, നമ്മുടെ നിത്യജീവിതത്തെ, നമ്മുടെ ലോക ജീവിതത്തെ ഭഗവാനോട് വരച്ച് കാണിക്കുകയാണ്. നമസ്തേ. ഘോരമാണ് ഈ സംസാരം. നമ്മുടെ നിത്യജീവിതം, നമ്മുടെ ദാമ്പത്യ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, നമ്മുടെ രാഷ്ട്ര ജീവിതം ഘോരമാണ്. ഭയം ജനിപ്പിക്കുന്നതാണ് ഈ സംസാര വാരിധി. ഈ സംസാരമാകുന്ന ഈ കടല് ഘോരമാണ്, ഭയം ജനിപ്പിക്കുന്നതാണ്, സങ്കീർണമാണ്, അതിശയകരമാണ്. ഇതിനക്കരെ കയറണം,
ഞങ്ങളുടെ ആഗ്രഹം എന്താണ്? ഭഗവതി, നിന്റെ ഭക്തരായി നിൽക്കുന്ന ഞങ്ങളുടെ ആഗ്രഹം എന്താണ്? ഞങ്ങൾക്ക് ഈ സംസാരത്തിന്റെ ആഴക്കടൽ നീന്തി അക്കരെ കിടക്കണം. ദൈവദശകത്തിൽ ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ദൈവദശകത്തിനകത്ത് ഇതെല്ലാം ഗംഭീരമായി പറയും. അതിനെ തന്നെ പുനരാവർത്തനമോ അല്ലെ പുനർസൂചനകളോ ഒക്കെയാണ് ഓരോ കൃതികളിലും ഭഗവാൻ നമുക്ക് തരുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ദുഃഖത്തെയും ദുരിതത്തെയും അഭിസംബോധന ചെയ്യുക എന്നുള്ളതായിരുന്നു ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ ജീവിതത്തിന്റെ സന്ദേശത്തിന്റെ കാതൽ. മാനവരാശി അനുഭവിക്കുന്ന സങ്കീർണതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അപ്രകാരമില്ലാതെയാക്കാൻ പറ്റും. അതിന് പരിഹാരം എന്താണ്? ആ പരിഹാരം തേടിയുള്ള യാത്രയായിരുന്നു മഹാഗുരുവിന്റെ സന്യാസ ജീവിതം, ബ്രഹ്മചര്യ ജീവിതം, ആത്മവിദ്യ പരീക്ഷണം ഒക്കെ തന്നെയും. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മഹാഘോരഘോരം സംസാര വരാനിധി. ഈ സംസാര വരാനിധി എന്ന് പറയുന്നത് മഹാഘോരമാണ് ഭഗവതി അമ്മേ. ഇതിന്റെ അക്കരെ കയറണം, ഞങ്ങൾക്ക് ഈ മറുകരയെത്തണം, ഈ സംസാര ദുഃഖത്തിന്റെ മറുകര തേടണം. അതിന് ആരാണ് എനിക്കൊരു ആലംബനം? ആലംബനം എന്ന് പറഞ്ഞാൽ സഹായം, ആലംബനം. അക്കരെ കയറുവാൻ തൃപ്പദത്താരിണ കപ്പൽ. ദൈവദശകത്തിൽ ഇത് തന്നെയല്ലേ പറയുക? ഇവിടെ അത് തന്നെ പറയുന്നു, തൃപ്പദത്താരിണ കപ്പൽ. നിന്റെ തൃപ്പാദങ്ങളാകുന്ന ആ കപ്പൽ, ആവിക്കപ്പൽ, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവദശകം പോകുമ്പോൾ ഈ ആവിക്കപ്പലിനെ കുറിച്ചും ഇതിനൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതേ കപ്പൽ ഇതാ ഭഗവാന്റെ കാളീയ ചിന്തനത്തിലേക്കും കടന്നു വന്നിരിക്കുന്നു. ആ നിന്റെ തൃപ്പാദങ്ങളാകുന്ന കപ്പലുകൾ, തൃപ്പദത്താരിണ, അല്ലെങ്കിൽ നിന്റെ നാമസങ്കീർത്തനങ്ങളാകുന്ന കപ്പൽ, അതും നമുക്ക് പറയാൻ പറ്റും. നിന്റെ സ്തോത്രഗീതങ്ങളാകുന്ന ആവിക്കപ്പൽ, അത് നമുക്ക് അദൃശ്യമായ ഒരു കപ്പലായിട്ട് നമുക്ക് അതിനെ സ്വീകരിക്കാം. അല്ലെങ്കിലോ ഭഗവതി നിന്റെ തൃപ്പാദങ്ങളോ ഒരു വലിയ ആവിക്കപ്പലാണ് ഞങ്ങൾക്ക്. എന്തിന്? ഈ ഘോരമായിരിക്കുന്ന സംസാര ജീവിതത്തിന്റെ അക്കരെ കടന്നു പോകാൻ ഭഗവതി നിന്റെ പാദങ്ങളാകുന്ന, നിന്റെ വാക്കുകളാകുന്ന, നിന്റെ സ്തോത്രഗീതങ്ങളാകുന്ന കപ്പലുകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ. തൃപ്പദത്താരിണ കപ്പലല്ലാതൊരു ആലംബനം മറ്റൊനിക്കൊന്നുമില്ലമ്പ അമ്മേ. തീർത്ത് പറയുകയാണ്. അവിടെ ശരണം പ്രാപിക്കുകയാണ്, ശരണാഗതിയാണ്, സമ്പൂർണമായ സമർപ്പണമാണ്. ശരണാഗതി പ്രാപിച്ചുകൊണ്ട് പറയണം, അല്ലയോ അമ്മേ, തൃപ്പദത്താരിണ കപ്പൽ അല്ലാതെ മറ്റെനിക്കൊരു ആലംബനം മറ്റെനിക്കില്ല. അവിടെ നിസ്സഹായനായി, നിരാലംബനായി, മറ്റൊരു ഉപായങ്ങളുമില്ലാതെ, മറ്റൊരാശ്രയവും ഇല്ലാതെ കണ്ട് നിരാലംബനായി നിൽക്കുന്ന അവസാന ആശ്രയമായി ഭഗവതിയുടെ തൃപ്പാദങ്ങളെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ഭക്തന്റെ രോദനമാണ് ഇവിടെ കേൾക്കുക. ഈ മാനവരാശിയുടെ ദുഃഖ ദുരിതങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ പ്രാർത്ഥനകൾ സമ്പൂർണമായി ഭഗവതിയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മേ സർവേശ്വരി, ഈ ലോക ജീവിതം നോക്കൂ, അവിടുന്ന് കാണൂ, ഈ ജനങ്ങൾ, ഈ സാധുക്കൾ എന്തെല്ലാം ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് ഉഴലുന്നു. അവരൊക്കെ നിന്റെ പാദാന്തികത്തിലേക്ക് ഓടി അണഞ്ഞു വന്ന് എത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് ഈ ദുരിതസാഗരത്തിന്റെ അക്കരയ്ക്ക് പോകണം. ഈ ദുരിതസാഗരത്തിന്റെ അക്കരയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അമ്മേ, നീ അല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല. കാരുണ്യരാശി, നീ കാരുണ്യത്തിന്റെ കരകാണാക്കടലാണ്. ആഴവും പരപ്പും വിസ്തൃതിയും അറിയാൻ കഴിയാത്ത ആ കാരുണ്യത്തിന്റെ കരകാണാക്കടലാണ് ഭഗവതി നീ. നോക്കണം, ഇത്രമാത്രം ദേവിയിൽ സമർപ്പിതനായി, ദേവിയിൽ എന്താണ് ഇപ്പോഴേ ഈ നിമിഷത്തിൽ ഈ നാടകത്തിലേക്ക് നമ്മൾ സമ്പൂർണമായി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നതായ ആ സുന്ദരമൂർത്തി ആരാണെന്ന് ചോദിച്ചാൽ കാളിയാണ്, ഭദ്രയാണ്, അമ്മയാണ്, ഭഗവതിയാണ്. നമ്മുടെ ഓരോ നമ്മുടെ തനുവിലും നമ്മുടെ ശരീരത്തിന്റെ ഓരോ തന്മാത്രകളിലും സൂക്ഷ്മാണുക്കളിലേക്കും ഭഗവതിയുടെ അനുഗ്രഹം അരിച്ചു കയറി നിൽക്കുന്നത് പോലെ നമുക്കിവിടെ തോന്നും. അതിനപ്പുറം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പറയുന്നു, മറ്റെനിക്ക് ആരുമില്ല അമ്മേ. ഓക്കെ, എല്ലാം നഷ്ടപ്പെട്ട്, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുവൻ അവസാന ആശ്രയമായിട്ട്, ഒരു ചെറിയ ആശ്രയമായിട്ട് കാണുന്നത് ആ ഒരു സന്ദർഭത്തെ കുറിച്ച് നമ്മൾ നോക്കുക, ഒന്ന് ചിന്തിച്ചു നോക്കുക. അവിടെ ആ അവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരുവൻ ഇവിടെ ഇതാ ഭഗവതിയോട് പറയുകയാണ്, അമ്മയെ നീ അല്ലാതെ എനിക്ക് വേറൊരു ആശ്രയമില്ല. എനിക്ക് മാത്രമല്ല, ഈ ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് ഇടകളായിരിക്കുന്ന ഉഴലുന്ന എവർക്കാർക്കും നിന്റെ പാദ പങ്കജങ്ങളാകുന്ന ആവിക്കപ്പലല്ലാതെ മറ്റൊന്നുമില്ലല്ലോ ഭഗവതി. കാരുണ്യരാശി, നനയ്ക്കുന്നതെല്ലാം എന്നിട്ട് പറയുകയാണ്, എന്താണ് നിന്റെ വൈഭവം, നിന്റെ സ്വരൂപം എന്താണ്, നിന്റെ സ്വരൂപം എന്താണ്?
ഈ നാൻമറയ്ക്കും മണിപ്പവും വിളക്കായി നിൽക്കുന്നവളാണ്. സമസ്ത വേദങ്ങൾക്കും പൊരുളായി നിൽക്കുന്നവളാണ്. സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും നിൽക്കുന്നവളാണ്. അല്ലേ അമ്മേ? അങ്ങനെയുള്ള അമ്മയാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത്. ഇവിടെ പറയുകയാണ്, നനയ്ക്കുന്നതെല്ലാം കൊടുക്കും നീ. ഒരു ഭക്തൻ നിന്റെ അനുഗ്രഹം ആവശ്യപ്പെട്ട്, നിന്റെ സഹായം ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവന് ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കാൻ കഴിവുള്ളവളാണ് നീ, കൊടുക്കുന്നവളാണ് നീ, കൊടുത്തിട്ടുള്ളവളാണ് നീ. അങ്ങനെ എത്രയോ ഭക്തന്മാരെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നു നീ. അതുകൊണ്ട് എല്ലാം കൊടുക്കുന്നവളാണ് നീ. കാരുണ്യരാശി നനയ്ക്കുന്നത് നാം ആഗ്രഹിച്ചാൽ മാത്രം മതി. നാം ചോദിക്കേണ്ട, വാക്കുകൾ കൊണ്ട് ഭഗവതിയുടെ മുന്നിൽ ചോദിക്കേണ്ടത് ആവശ്യമില്ല. നനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിണത്തേൻ. എന്താണ്? നിന്റെ തൃക്കണ്ണിണ, നിന്റെ കടക്കണ്ണുകൾ കൊണ്ടുള്ള ഒരു നോട്ടം കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നവർക്ക് അനുഗ്രഹിക്കാൻ കഴിവുള്ളവളാണല്ലോ ഭഗവതി. നീ വേറെ ഒന്നും ചെയ്യണ്ട. നീ ഒന്നും വാരിക്കോരി കൊടുക്കേണ്ടതായിട്ടില്ല. നീ എന്ത് ചെയ്താൽ മതി? നിന്റെ ഈ അടഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകളുണ്ടല്ലോ, ഭക്തന്മാരുടെ മുമ്പിൽ മിഴി തുറക്കാതെ നിൽക്കുന്ന, മുറുകെ പിടിച്ചു അടച്ചു നിർത്തിയിരിക്കുന്ന ആ കണ്ണുകളുണ്ടല്ലോ, അത് നീ പൂർണ്ണമായി പോലും തുറക്കേണ്ടത് ആവശ്യമില്ല. നീ നിന്റെ കടക്കണ്ണെങ്കിലും ഒന്ന് തുറന്ന് ഞങ്ങളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? നനയ്ക്കുന്നതെല്ലാം ലഭ്യമാകും. അവർക്ക് എന്താണ് വേണ്ടത്? നിജാനന്ദമാണ് വേണ്ടത്. അത് കൊടുക്കാൻ എന്തുമാത്രം മതി? അമ്മേ, നിന്റെ തൃക്കണ്ണിണത്തേൻ കടാക്ഷം കൊടുത്താൽ മാത്രം മതി. നിന്റെ തൃക്കണ്ണിണത്തേൻ കടാക്ഷം എന്ന് പറയുന്നത് തേനാണ്. അത്ര മാധുര്യമുള്ളതാണ്. സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഇല്ലാതെയാക്കാൻ കെൽപ്പുള്ള മാധുര്യമൂറുന്ന ആ ഒരു ദർശനം മാത്രം നീ നൽകിയാലും എനിക്ക് ഒന്നുമില്ലംബകാരുണ്യരാശിയെ നനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്കണ്ണിണത്തേൻ കടാക്ഷം ലഭിപ്പാനണഞ്ഞേൻ. ഞാൻ എന്തിനു വേണ്ടി വന്നിരിക്കുന്നു? ഈ ഏഴ വന്ന് എന്തിനുമാണ് നിന്റെ മുമ്പിലെ സവിധത്തിലേക്ക് എത്തിയിരിക്കുന്നത്? ഈ ഏഴകളായി ഞങ്ങൾ അണഞ്ഞേൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അണഞ്ഞേൻ എന്ന് പറയുമ്പോൾ ഒരു ദാസന്റെ, ഒരു അടിമയുടെ, ഒരു ഭക്തന്റെ, ഒരു ശരണാർത്ഥിയുടെ ശബ്ദമാണത്. എല്ലാം മാറി വെച്ചിരിക്കുന്നു. യാതൊന്നുമില്ല സ്വന്തമായി കയ്യിൽ. എല്ലാ അഹന്തയും, എല്ലാ നേട്ടങ്ങളും, എല്ലാ ലാഭങ്ങളും, എല്ലാ പ്രശസ്തിയും, എല്ലാ ആഢ്യത്വവും, എല്ലാ അഹംഭാവവും നശിച്ചിട്ട് ഇവിടെ നിൽക്കുന്നു. ഒഴിഞ്ഞ ഒരു പാത്രമായിട്ട് ഒരുവൻ നിൽക്കുന്നു. ഒരൊഴിഞ്ഞ പാത്രമായി, ശൂന്യമായ ഒരു പാത്രമായി ഇവിടെ ഭഗവതിയുടെ മുമ്പിൽ നിൽക്കുന്നു. അമ്മേ, ഞാൻ നിന്റെ മുമ്പിലേക്ക് ഞാൻ വന്നണഞ്ഞിരിക്കുന്നു. ഒരു ഭിക്ഷാന്തേഹിയായിട്ട്, ഒരു നിരാശ്രയനായിട്ട് ലഭിപ്പാനണഞ്ഞേൻ. പദാംബോജ വൈമുഖ്യമെന്നിൽ പിണഞ്ഞിടല. എന്നിട്ട് ഒറ്റ പ്രാർത്ഥനയാണ്, നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്. കണ്ണീരുടെ ഒഴുകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. ഈ ഭാഗം നമ്മൾ നമ്മൾക്ക് വായിക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്നൊന്ന് വായിക്കണം നിങ്ങൾ. ഈ നാടകത്തിന്റെ ഓരോ രംഗങ്ങളിലൂടെയും നമ്മൾ ഒരു മൗനമായിട്ട് നമ്മളൊന്ന് കടന്നു പോകണം. ഈ കാളി നാടകം വായിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ ഓരോ ഭാവങ്ങളും നമ്മളിലേക്ക് ഉയരും. രൗദ്രഭാവം നമ്മളിൽ വരും, സ്നേഹഭാവം വരും, കാരുണ്യരൂപം വരും, കൃപ വരും, ദുഃഖം വരും. ഇതെല്ലാം നമ്മളിലേക്ക് കടന്നു വരും, അറിയാതെ നമ്മളിലേക്ക് കടന്നു വരും. ഭഗവതിയുടെ ഈ സ്വരൂപം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അറിയാതെ നമ്മുടെ കൺകോണുകളിൽ ഒരു ചെറിയ നനവുണ്ടാകും. കണ്ണിന്റെ കോണുകളിൽ അറിയാതെ ഒരു നനവുണ്ടാവും. അപ്പോഴാണ് നമ്മൾ ആ ഭഗവതിയുടെ നാടകത്തിലേക്ക് ലയിച്ചു ചേരുക. ഭഗവതി ഇവിടെ പറയുകയാണ്, പദാംബോജ വൈമുഖ്യമെന്നിൽ ചൊരിഞ്ഞിടല. അമ്മേ, ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്റെ പാദപങ്കജങ്ങളെ വർണ്ണിക്കാൻ, സ്തുതിക്കാൻ, കാണാൻ, പ്രാർത്ഥിക്കാൻ, ഉപാസിക്കാൻ ഉള്ള മനസ്സ് ഇല്ലാതെയായി പോകരുത്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ നിന്റെ തിരുസ്വരൂപം, തിരുവാക്കുകൾ, തിരുവചനങ്ങൾ ഞാൻ ഒഴിവാക്കാനുള്ള ഇടവരരുതേ. എൻ്റെ ചിന്തയിൽ നീ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. നീ ആയിരിക്കണം എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തയെ, എൻ്റെ അകവും പുറവും നിറഞ്ഞു നിൽക്കേണ്ടത് നീ ആയിരിക്കണം. അതിനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പദാംബോജ വൈമുഖ്യം, വിമുഖത എന്നിൽ ഉണ്ടാകരുത്. നിന്റെ പാദപങ്കജങ്ങളെ ആശ്രയിക്കാനുള്ള വിമുഖത ഒരിക്കലും എന്നിൽ ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും നീ എൻ്റെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കണം. എൻ്റെ ചിന്തയിലും, എൻ്റെ മനസ്സിലും, എൻ്റെ ഹൃദയത്തിലും, എൻ്റെ തനുവിലും, മനസ്സിലും ഒക്കെ തന്നെ അത് നിറഞ്ഞു നിൽക്കണം.
പിണഞ്ഞിടല, ഒരിക്കലും അങ്ങനെ ഉണ്ടായി പോകരുതേ ഭഗവതി. നമസ്തേ നമസ്തേ. ഇത് പറഞ്ഞിട്ട് വീണ്ടും നമിക്കുകയാണ്. വീണ്ടും അവിടെ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ്, ശിരസ് കുനിയുകയാണ്, കൈകൾ കൂപ്പുകയാണ്, ഭഗവതിയുടെ പാദങ്ങളിലേക്ക് തെരുതര വീണു വണങ്ങി ഓതുകയാണ്. വിടരുത് എന്നെ, ഒരിക്കലും അമ്മയുടെ തിരുരൂപം വിസ്മരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകരുതേ ഭഗവതി. പറഞ്ഞിടല നമസ്തേ നമസ്തേ. പണം പെണ്ണിലും. എന്താണ് നമ്മുടെ ദൗർബല്യം? എന്താണ്? ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ അറിയാം, ഈ ഏഴകളായ ഭൗതിക ജീവിതത്തിന്റെ ഉന്മത്തതയിൽപ്പെട്ടിരിക്കുന്ന, അതിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ടിരിക്കുന്ന നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ദൂഷ്യങ്ങൾ എന്താണെന്ന് ഭഗവാൻ അറിയാം. കൃത്യമായി പറയുന്നു. എന്താണ് പറയുന്നത്? പണം പെണ്ണിലും മണ്ണിലും ചെന്ന് പുക്കാശ്വസിച്ചാത്തമൂലം ഗണം കെട്ട് ദുഃഖിച്ചു പോവാനായി കൊല്ലണം. ദേഹമെന്നോർത്ത് സത്വാദിയാം മുക്കുണം കെട്ടുപെട്ടു ഒരു മായാവിലാസം. ഈ മായാവിലാസം എവിടെ നിന്നാണ് വരിക? ഈ മനസ്സിന്റെ ചഞ്ചലത സ്വഭാവം കൊണ്ട്. എന്താണ് നമുക്ക് വരിക? ഈ മനസ്സിന്റെ ചഞ്ചലത്വം കൊണ്ട്, ഭൗതിക ജീവിതത്തിനോടുള്ള ആസക്തി കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? പണം പെണ്ണിലും മണ്ണിലും ചെന്ന് പൂക്കാശ്വസിച്ച് ആത്മമോദം ഗുണം കെട്ടു ദുഃഖിച്ചു പോവും. നിന്റെ മനസ്സ്, ഏഴകളായിരിക്കുന്ന നിങ്ങളുടെ മനസ്സ്, ഈ ലോകരുടെ മനസ്സ് എവിടെ പോകരുത്? പണത്തിലും പെണ്ണിലും മണ്ണിലും പെട്ടുപോകരുത്. അറിയാമല്ലോ, നമ്മുടെ ജീവിതത്തെ എന്താണ് ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തമായ 3 ഘടകങ്ങളാണ്. എന്ത്? പണം. പണം വേണം. ആർത്തിയാണ്, ദുരയാണ്, ദുരാഗ്രഹമാണ്. ഏത് രീതിയിലും പണം ആർജിക്കുക, എന്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്തും പണം ആർജിക്കുക. അതിലൂടെ നമുക്ക് ഭൗതിക സമൃദ്ധി ഉണ്ടാക്കിയെടുക്കുക. അത് നമുക്ക് ആനന്ദത്തെ തരും, സന്തോഷത്തെ തരും, നമുക്ക് പ്രശസ്തിയെ തരും എന്നുള്ള ആ ഒരു മൂഢവിശ്വാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പണത്തിന്റെ പിന്നാലെ പായുകയാണ്. പണത്തിന്റെ പിന്നാലെ പാഞ്ഞു പോവുകയാണ്. അവിടെ ബന്ധങ്ങൾക്കും സ്നേഹങ്ങൾക്കും കാരുണ്യത്തിനും കടപ്പാടുകൾക്കും ഒന്നും നമ്മൾ യാതൊരു വിലയും കൽപ്പിക്കാതെ പോവുകയാണ്. നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് നോക്കുക. ഇവിടെ എന്താണ് കാണുന്നത്? അച്ഛന് അമ്മയോടും, അച്ഛന് മക്കളോടും, മക്കൾക്ക് അച്ഛനോടും, സഹോദരങ്ങൾക്ക് സഹോദരിയോടും എന്ന് വേണ്ട സർവജീവിതത്തിന്റെ എല്ലാ ബന്ധങ്ങളും എല്ലാ കടപ്പാടുകളും വിസ്മരിച്ചുകൊണ്ട് കേവലം പണത്തിന് വേണ്ടി പാഞ്ഞലയുന്ന ഒരു ജനതയായി ലോകം മാറിയിരിക്കുന്നു. ഇത് ഇന്ന് തുടങ്ങിയതല്ല കേട്ടോ. മാനവരാശി എന്നൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ അന്നൊക്കെ തന്നെ ഈ പാച്ചിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, ഈ പോക്ക് നിങ്ങൾക്ക് നിജാനന്ദത്തെ തരാനുള്ള യാത്രയല്ല ഇത്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകും. ഭഗവതി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് നിങ്ങൾ ചെയ്യണം? ഈ പെണ്ണിനോടും പണത്തിനോടും മണ്ണിനോടുമുള്ള നിങ്ങളുടെ അമിതമായ ആഗ്രഹം ഇല്ലാതെയാക്കണം. ഭഗവതിയോട് പറയുകയാണ്, പണം പെണ്ണിലും മണ്ണിലും ചെന്ന് പുക്ക് അവിടെ വസിക്കുകയാണ്. മണ്ണിലും പെണ്ണിലും പണത്തിലും ചെന്ന് അവിടെ അങ്ങ് വസിക്കുകയാണ്. അവിടെ ചെന്നങ്ങ് പട്ടിപ്പറായിട്ട് കിടക്കുകയാണ്. പെണ്ണിനെ കണ്ടാലും ഇത് തന്നെയാണ്, പെണ്ണിന് പുരുഷനെ കണ്ടാലും ഇത് തന്നെയാണ്. പുരുഷൻ സ്ത്രീയെ കാണുമ്പോൾ അഭിരമിച്ചു പോകുന്നു. അവനെ മറക്കുന്നു, ബന്ധങ്ങൾ മറക്കുന്നു. അവന് ആ നൈമിഷികമായ സുഖത്തിന് വേണ്ടി എന്തും ചെയ്യുന്നതിന് വേണ്ടി ആ പെണ്ണിലേക്ക് അവൻ ഇറങ്ങിച്ചൊല്ലുന്നു. അതുപോലെ പുരുഷൻ സ്ത്രീയോടും സ്ത്രീ പുരുഷനോടും ആ നൈമിഷിക സുഖത്തിന് വേണ്ടിയുള്ള ആസക്തിയിൽപ്പെട്ട് ആ നിലവിട്ടു പോകുന്നു, നിയന്ത്രണം വിട്ടു പോകുന്നു. മണ്ണിനു വേണ്ടി, വ്യക്തികളും മണ്ണിനു വേണ്ടി, സമൂഹവും മണ്ണിനു വേണ്ടി, ദേശവും മണ്ണിനു വേണ്ടി, രാഷ്ട്രവും മണ്ണിനു വേണ്ടി. ആലോചിച്ച് നോക്കുക. ഭഗവതിയുടെ തിരുസ്വരൂപ വർണ്ണനയ്ക്കും സ്തോത്രത്തിനിടയ്ക്ക് തന്നെ ഈ മാനവരാശിയെ, ലോകത്തിന് ഒരു കേവലമായ കേരളത്തിന്റെയോ അല്ലെങ്കിൽ ഭാരതത്തിന്റെയോ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല ഭഗവാൻ ഈ സങ്കീർണതകളെ കാണുക. ലോകത്ത് മൊത്തം എവിടെ നിങ്ങൾ ചെന്നാലും ഇപ്രകാരമുള്ള വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും സംഘടനകളും നമുക്ക് കാണാൻ കഴിയും. ഇതില്ലാതെയാകണം. പണം പെണ്ണിലും മണ്ണിലും ചെന്ന് പുക്ക് ആശ്വസിച്ച് ആത്മമോദം ഗുണം കെട്ട്. ഇതിന് എന്തിനു വേണ്ടി ആത്മമോദം? നമുക്ക് വേണ്ട എന്താണ്? വർദ്ധിച്ച മോദം ലഭിക്കണം. ഗുണം കെട്ട്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്ന? ഗുണം കെട്ടുപോകും. എല്ലാ ഗുണങ്ങളും നിർഗുണരായി പോവും. നിർഗുണരായ ഒരു ജനതയായി മാറും നാം ഓരോരുത്തരും.
നമ്മൾ വ്യക്തിപരമായി ഒരു കണ്ണാടി എടുത്ത് പിടിച്ചിട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് നോക്കുക. ഭഗവാൻ പറഞ്ഞ എത്രമാത്രം സത്യമാണ് നമുക്കറിയാൻ പറ്റും. നമ്മളെ മുക്കുണം കെട്ടുപോയി. ദുഃഖിച്ചു ആത്മമോദം ഗുണം കെട്ട് ദുഃഖിച്ച് പോവാൻ അയക്കൊല്ല. അങ്ങനെ ഈ ദുഃഖിച്ചു പോകാനായിട്ട് അയക്കൊല്ലേ. ആരോട് പറയാണ്? ഭഗവതിയോട് പറയണം. ഭഗവതി, ഞങ്ങളെ ഈ ഗുണമെല്ലാം പണത്തിലും പെണ്ണിലും മണ്ണിലും പുക്ക് ആശ്വസിച്ച് അതിൽ പെട്ടുപോയി ഞങ്ങളുടെ ഈ ഗുണം എല്ലാം ഇല്ലാതെയായി നിർഗുണന്മാരായി പോകാനായി വിട്ടുപോകൊടുക്കല്ലേ. പോവാൻ അയക്കൊല്ല. ഋണം എന്താണ്? ഋണം ആണ് ദേഹം. ഈ ദേഹമാണ് എന്താണ്? നാം കടം വാങ്ങിയതാണ് ഈ ദേഹം. ഇവിടെ വലിയൊരു തത്വം നമുക്കിവിടെ പറഞ്ഞു തരികയാണ്. നിന്റെ ഈ ശരീരം നിന്റെ സ്വന്തമല്ല, നീ ഇത് കടം വാങ്ങിയതാണ്. നിനക്ക് സ്വന്തമായി യാതൊന്നുമില്ല ഇവിടെ എന്ന് ഭഗവാൻ പറയുന്നു. ഈ ശരീരം പോലും നിന്റേതല്ല. പിന്നെ ആരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നീ പാഞ്ഞലഞ്ഞ് നടക്കുന്നത്? ഇത് സർവേശ്വരന്റെ ദാനമാണ് നിനക്ക്. നിന്റെ അച്ഛനിലൂടെയും അമ്മയിലൂടെയും നിന്റെ ഒരു ജീവാണു കടന്നു ചെന്നിട്ട് അച്ഛനിൽ നിന്ന് കടം വാങ്ങി, അമ്മയിൽ നിന്ന് കടം വാങ്ങി, സർവേശ്വരന്റെ എക്കാലത്തെയും കടം നിങ്ങളിലേക്ക് നിക്ഷേപമായി സ്വീകരിച്ച് ഇവിടേക്ക് ജീവിക്കാൻ കടന്നു വന്ന നിനക്ക് നീ പോലും സ്വന്തമല്ല എന്ന് നീ അറിയണം. സ്വന്തമായി യാതൊന്നുമില്ലാത്ത നിനക്ക് എല്ലാം നേടുന്നതിനുള്ള ദുരാഗ്രഹം എന്തിനാണ് മണ്ണിലും പെണ്ണിലും പിന്നെ പണത്തിലുമായി നീ ഈ വർദ്ധിച്ച സന്തോഷം കിട്ടാമെന്ന് നീ എവിടെ നിന്നാണ് പഠിച്ചത്? അമ്മേ ഭഗവതി, ഞങ്ങളെ ഇപ്രകാരമുള്ള ദുരാഗ്രഹങ്ങളിലേക്ക് വിട്ടുപോകരുതേ. കടമായി കിട്ടിയിരിക്കുന്ന ഈ ജീവിതവും ഈ ശരീരവും അങ്ങനെ വ്യയം ചെയ്ത് കളയാനുള്ളതല്ല. പോവാൻ അയക്കൊല്ല ഋണം ദേഹം. ഈ ശരീരവും ഈ ജീവനും കടമായി ലഭിച്ചതാണ് ഋണം. ഇതാർക്ക് മാത്രമേ അറിയുകയുള്ളൂ? നമുക്കറിയില്ല. ആർക്കറിയാം ഈ സത്യം? ശ്രീനാരായണ ഗുരു പരമഹംസ ദേവൻ അറിയാം. നാം ഓരോരുത്തർക്കും നാം ശരീരമല്ലെന്നും ഈ ശരീരം നമ്മുടേതല്ലെന്നും ഇതിനകത്തിരിക്കുന്ന ആത്മാവ് നമ്മുടേതല്ലെന്നും ഇത് പരമാത്മാവിൻ്റെതാണെന്നും ആർക്കറിയാം? ഇത് സാക്ഷാത്കരിച്ച മഹാഗുരുവിനറിയാം. നമ്മളെപ്പോലുള്ളവർക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുരുവിന്റെ വചനങ്ങളുടെ അന്തരാർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. മണം പണം പെണ്ണിലും മണ്ണിലും ചെന്ന് പുക്ക് ആശ്വസിച്ച് ആത്മമോദം ഗുണം കെട്ട് ദുഃഖിച്ചു പോവാൻ അയക്കല്ല. അങ്ങനെ പോകാൻ അയക്കരുത്. മുക്കുണം കെട്ടു പോകരുത്. എന്താണ് മുക്കുണം? ദേഹമെന്നോർത്ത് സത്വാദിയാം മുക്കുണം. എന്താണ് മുക്കുണം? 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ. എന്താണ് ത്രിഗുണങ്ങൾ? സത്വരജസ് തമോ ഗുണങ്ങൾ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതൊക്കെ നമ്മള് സൂത്രപദ പരിചയങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. നോക്കുക, ഇത് എവിടേക്ക് വന്ന് വേദാന്തത്തിൽ വന്ന് നിൽക്കുകയാണ്. ഭക്തിയിൽ തുടങ്ങി വേദാന്തത്തിൽ വന്ന് നിൽക്കുകയാണ് കാളി നാടകവും. കാളി ചിന്തനം എവിടെ വന്ന് നിൽക്കുന്നു? ഭക്തിയിൽ തുടങ്ങി എവിടെ വരുന്നു? ദർശനത്തിലേക്ക് വരുന്നു, വേദാന്തത്തിലേക്ക് വരുന്നു. ഇവിടെ എന്തിലേക്കാണ് വരിക? ഇതെല്ലാം വന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? മുക്കുണം കെട്ടുപോകും. ആ മുക്കുണം ഏതാണ്? സത്വാദിയാ മുക്കുണം. സത്വരജസ് തമോ ഗുണങ്ങളായിരിക്കുന്ന മുക്കുണം കെട്ടുപോകും എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരല്ലാതായി മാറും. ഈ 3 ഗുണങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ്? വെറും ചലിക്കുന്ന ജീവനുള്ള ഒരു മാംസപിണ്ഡമായി, ഒരു മൃഗമായി പരിണമിക്കുകയാണ്. മുക്കുണം കെട്ടുപെട്ടോരു മായാവിലാസം. ഇതൊരു മായാവിലാസമാണ്. ഇതെന്താണ്? ഇതിനകത്തെ ഒരു വൈരുദ്ധ്യം കൂടെ ഭഗവാനോട് പറയുന്നുണ്ട്. ഈ മുക്കുണം കൊണ്ട് സൃഷ്ടിച്ചതും സർവേശ്വരനാണ്, പരമാത്മാവാണ്, സർവേശ്വരനാണ്, ദേവനാണ്, ഈശ്വരനാണ്, ദേവിയാണ്, മഹാദേവിയാണ്, കാളിയാണ്, ഭദ്രയാണ്, ഭഗവതിയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഈ നിർഗുണമായിരിക്കുന്നതിനെ സൃഷ്ടിച്ചതാരാണ്? അതും സർവേശ്വരന്റെ സൃഷ്ടി തന്നെ. അതും ആ പരമാത്മാവിന്റെ സൃഷ്ടി തന്നെ. ഇവിടെ അതാണ് പെട്ടോരു മായാവിലാസം. ഇതെല്ലാം ഒരു മായാവിലാസമാണ്. ഭഗവതിയുടെ മായാവിലാസം തന്നെയാണിത്. ഈ മായാവിലാസത്തിന്റെ പരീക്ഷണത്തിലേക്ക്, നാടകശാലയിലേക്ക് നമ്മളെ പറഞ്ഞു വിടരുത്. ഇതെന്താണ്? കാളി നാടകത്തിന്റെ, ഈ കാളി ചിന്തനത്തിന്റെ സർവം പരമമായ ലക്ഷ്യം എന്താണ്? ഈ പരീക്ഷണശാലയിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത് ഭഗവതി അമ്മേ. ദുഃഖ ദുരിതങ്ങളുടേതാണ് ലോകം. ഈ മുക്കുണം കെട്ടിയ ജീവിതം, നിർഗുണനായി ജീവിച്ചു പോകുന്ന ഈ ലോകവാഴ്വ് ഒരിക്കലും ഞങ്ങൾക്കായി വിധിക്കരുതേ. ഞങ്ങളെ ആ ലോകത്തേക്ക് പറഞ്ഞു വിടരുതേ. അതാണ് നരകം. ഈ മുക്കുണം കെട്ടുപോകുന്ന ജീവിതമാണ് നരകം. നരകം പ്രത്യേക ഒരു ഭൂമിയോ പ്രത്യേകം ഒരു ലോകമോ അല്ല.
ഈ മുക്കുണം കെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നരകതുല്യമായി മാറും. അങ്ങനെ ദേഹമെന്നോർത്ത് സത്വാദിയാം മുക്കുണം കെട്ട് പെട്ടോരു മായാവിലാസം. ഇതെല്ലാം അമ്മേ നിന്റെ മായാവിലാസം തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അവൾ കണ്ണടച്ച് നിൽക്കുന്നത്. കള്ളിയാണ് അല്ലേ അമ്മേ? ഞങ്ങൾക്കറിയാം നീ കണ്ണടച്ച് നിൽക്കുകയാണ്. എന്താണ് ഇതെല്ലാം സൃഷ്ടിച്ചത്? നീ സത്വരജസ്തു തമോഗുണങ്ങളുടേതായ ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഭഗവതി നീ തന്നെയാണ്. പക്ഷെ ഏഴകളായ ഞങ്ങൾ ഈ നാടകകർത്താവായിരിക്കുന്ന അമ്മയെ നിനക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയും. ഈ മുക്കുണം കെട്ട ജീവിതത്തെ ഞങ്ങൾക്ക് ഒരിക്കലും തരാതിരിക്കാനുള്ള അനുഗ്രഹവർഷം ചൊരിയാൻ അമ്മയ്ക്ക് കഴിയും. എന്തുമാത്രം ചെയ്താൽ മതി? നിന്റെ ആ തൃക്കടക്കണ്ണൊന്ന് തുറന്ന് ഞങ്ങളെ കൃപയോടുകൂടി കാരുണ്യത്തോടുകൂടി ഒന്ന് നോക്കൂ അമ്മേ ഭഗവതി. ഈ മായാവിലാസത്തിന് പരീക്ഷണം ഞങ്ങളിൽ വേണ്ട ക്ഷണം. മായാവിലാസം ക്ഷണം ക്ഷീണ ലോകപ്രപഞ്ച പ്രവാഹം. ഈ ലോകം എന്താണ്? ക്ഷണം, അനുനിമിഷം, ക്ഷീണം, ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു, നയിച്ചുകൊണ്ടിരിക്കുന്നു, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അനുനിമിഷം ക്ഷീണം ലോകപ്രപഞ്ച പ്രവാഹം. ഈ ലോകത്തിന്റെ പ്രപഞ്ച പ്രവാഹം എങ്ങനെയാണ്? ഇത് നിത്യമായി നിരന്തരമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു, ജനിച്ചുകൊണ്ടിരിക്കുന്നു, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രപഞ്ചത്തിന്റെ പ്രവാഹം. ഈ ജന്മാദി ഷഡ്ഭാവങ്ങളിലൂടെ കടന്നു പോകാത്തതായി യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പൊ ഈ പ്രപഞ്ചം എന്താണ്? ഈ ക്ഷണം ക്ഷീണജ്യോതി രാജേന്ദ്ര. ഈ ജ്യോതി നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യചന്ദ്രാദികളും ഒക്കെ തന്നെ നശിച്ചു പോകും, ഇല്ലാതെയായി പോകും. ഇത് മായാവിലാസമാണ് ഭഗവതി, നിന്റെ മായാവിലാസമാണ്. ഇവിടെ നിത്യമായി നിൽക്കുന്നത് നീ മാത്രമായിരിക്കും. ഈ സൂര്യ നക്ഷത്രാദി പ്രപഞ്ചങ്ങൾ അണ്ടകടാഹങ്ങളൊക്കെ തന്നെ ആയിപ്പോയാലും ഭഗവതി നീ മാത്രമായിരിക്കും ഇവിടെ നിലനിൽക്കുക, അവശേഷിക്കുക നീ മാത്രമായിരിക്കും. ലോകപ്രപഞ്ച പ്രവാഹം ക്ഷീണ ജ്യോതിരാചന്ദ്രതാരം. നമസ്തേ നമസ്തേ ശിവാംബ. അല്ലയോ പരമശിവനും അമ്മയായിരിക്കുന്നവളെ, നീ മാത്രമായിരിക്കും ആദ്യ പരാശക്തി ആയിരിക്കുന്നവളെ, ആ ബ്രഹ്മശക്തി ആയിരിക്കുന്നവളെ, ആ പരബ്രഹ്മമായിരിക്കുന്നവളെ, ആ പരമാത്മാവായിരിക്കുന്നവളെ, നീ മാത്രമായിരിക്കും നീ ഇവിടെ അവശേഷിക്കുക. ഈ പരമേശ്വരന്റെ പോലും മാതാവായിരിക്കുന്ന അമ്മേ, നീ മാത്രമാണ് അവശേഷിക്കുന്നതെങ്കിൽ ആദി പരമ്പൊരുളായിരിക്കുന്ന ആദി പരാശക്തി ആയിരിക്കുന്ന ദേവിയുടെ മഹിമാവർണ്ണനത്തിന്റെ സമ്പൂർണമായ സമർപ്പണമാണ് ഇവിടെ നമ്മൾ ഈ കാളി നാടകത്തിന്റെ അവസാനത്തെ വാക്കുകൾ കൂടി മനനം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, എന്തായാലും കാളി നാടകത്തിന്റെ പഠനം, അവതരണം അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തൽ നമുക്കിവിടെ സമർപ്പിക്കുകയാണ്. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്, ഇതിൽ കൂടുതൽ നമുക്ക് പറയാൻ കഴിയും. എന്തെന്ന് വെച്ചാൽ സമയപരിമിതി നമുക്ക് വളരെ ഇതുണ്ട്. മാത്രമല്ല അതൊക്കെ നമ്മൾ നേരിട്ടുള്ള ഒരു പഠന ആശയവിനിമയത്തിലായിരിക്കും കൂടുതൽ സമയങ്ങൾ നമുക്കിത് പറയാൻ പറ്റുക. എന്തായാലും നമ്മൾ കഴിഞ്ഞ 2 മാസമായി തുടങ്ങിയ ഈ ആ പഠനത്തിന്റെ പരിസമാപ്തിയാണ് നമുക്ക് ഇവിടെ സമർപ്പിക്കുന്നത്. ഇനിയും എല്ലാവരും അവരവരുടെ മൈക്കോ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്താട്ടെ. പറഞ്ഞു സൂനജ്. സാറിന്റെ പുസ്തകത്തിലെ ഒരു ദുഃഖിച്ചു പോവാൻ അയക്കൊല്ല ഋണം ഉള്ളത്. ബാക്കി 1-2 പുസ്തകങ്ങളിൽ അത് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു ചിലയിൽ അഹം എന്നാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഒരു അല്ല, ഇത് നമ്മളത് പിന്നെ ഗുരുവിന്റെ കൃതികളിൽ പലർക്കും ഞാൻ ഇതിന്റെ ഈ കൃതിയുടെ ആധികാരികമായ മൂലകൃതിയായിട്ട് എടുത്തിരിക്കുന്നത് ഗുരുവിന്റെ ആശ്രമം ഗുരുകുലം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. നമ്മൾ അതിനകത്ത് പ്രമാണമായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് അതിനെ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. മാത്രവുമല്ല, നമ്മള്
ഭഗവാന്റെ കൃതികളിൽ പലപ്പോഴും നമുക്ക് സംശയമുള്ള പല വാക്കുകളും പല ഭാഗത്തും കണ്ടെത്താൻ പറ്റും. അപ്പൊ അതിനകത്ത് നമ്മൾ അതിനൊരു ചെക്ക്, അതിനൊരു എന്താ പറയുന്നത്, അതിനെ നമ്മൾ എങ്ങനെ ചെക്ക് എന്ന് പറയുന്നത്, ഫാക്ട് ചെക്ക് എന്ന് പറയത്തില്ലേ, എന്നതുപോലെ നമ്മൾ അതിനെ എങ്ങനെയാണ് പിന്നെ കണ്ടെത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സന്ദർഭം നമ്മളൊന്ന് എടുത്തു നോക്കണം. മനസ്സിലായോ? ഇർണം, ഈ ശരീരം കടമാണ് എന്നുള്ളത് വരുമ്പോഴാണ് ഇർണം എന്ന് പറയുന്ന വാക്ക് അവിടെ യോജിച്ചു വരിക. മനസ്സിലായോ? ഈ ശരീരം നമ്മൾ കടം കൊണ്ടതാണ്. നമുക്കതിന് കടപ്പാട് നമ്മുടെ അച്ഛനോടും അമ്മയോടുമാണ്. ഈ ശരീരത്തിന് കടപ്പാട് അവരിൽ നിന്നാണ് നമുക്ക് ഈ ഭൗതികമായ ശരീരം കിട്ടിയിരിക്കുന്നത്, ഇല്ലേ? പക്ഷെ നമ്മുടെ ജീവൻ കിട്ടിയിരിക്കുന്ന ഇവർ രണ്ടുപേരിൽ നിന്നല്ല, അത് സർവീശ്വരിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ കടം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ആശയം ഭഗവാൻ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഇർണം എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് അവിടെ യോജിച്ചു പോകുന്നത് എന്ന് ഞാൻ ധരിച്ചിരിക്കുന്നു. മനസ്സിലായോ? എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് ശരിയാണെന്നത് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. പിന്നെ പോവാൻ അയക്കല്ല ഋണം, ദേഹമെന്നോർത്ത്, ഈ ദേഹമെന്നോർത്തു കൊള്ളുക. നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക, നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം കടമായി കിട്ടിയതാണ്, സ്വന്തമായി കിട്ടിയതല്ല. ഈ ഒരു അവസരം നമ്മൾ അർത്ഥപൂർണമായി ഉപയോഗിക്കണം. നമുക്ക് നാം അറിയാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജന്മം, ഈ ശരീരം, ഈ ജീവൻ, ഈ അവസരം, ഈ കാലം നമ്മൾ കൃത്യമായും ഈശ്വര സ്മരണയോടുകൂടി, ദേവീ സ്മരണയോടുകൂടി, ഈശ്വര നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണെന്ന് കരുതിക്കൊണ്ട് ജീവിതത്തെ ജീവിച്ച് കടന്നു പോകേണ്ടതാണ്, കടം തീർക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ കടം നമ്മൾ തീർക്കേണ്ടത് എങ്ങനെയാണ്? അങ്ങനെയാണ്. സാറേ, ഞാൻ ഉദ്ദേശിച്ചതേ, പറഞ്ഞോ. ബാക്കി ഞാൻ 1-2 പുസ്തകങ്ങളിൽ കണ്ട് പോവാനായിക്കൊല്ലഹംന്ന് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇതില് ആ പോവാനായിക്കൊൽ ഒരുമിച്ച് വായിക്കുമ്പോ അത് പോവാനായിക്കൊല്ലണമെന്ന്, അത് മീൻസ് അത് എങ്ങനെ പ്രൊനൗൺസിയേഷൻ സാറ് പദം പിരിച്ചു വായിക്കുമ്പോ പോവാനായിക്കൊല്ല ഋണം എന്ന് വായിക്കാം. പക്ഷെ ഈ ഒരുമിച്ചുള്ള ഇതില് ബാക്കിയുള്ളതിലൊക്കെ പോവാനായിക്കൊല്ലഹം എന്ന് കണ്ടപ്പോ, അപ്പൊ ഇതിലിതിങ്ങനെ അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു മാത്രം. അത് വായിക്കാൻ നമുക്ക് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നുള്ളൊരു അയക്കൊൽ ഋണം. ഇത് ഇതിനകത്ത് എന്താണെന്നറിയാമോ? ഭഗവാന്റെ കൃതികളിൽ ഭഗവാൻ ചെയ്തിരിക്കുന്ന വലിയൊരു മാജിക്കുണ്ട്. ഋണം എന്ന് പറയുന്ന വാക്ക് സംസ്കൃതവും അയക്കൊല്ല എന്ന് പറയുന്ന വാക്ക് മലയാളവുമാണ്. ഈ മലയാളവും സംസ്കൃതവും കൂടെ വിളക്കി ചേർക്കാൻ പോകും. മലയാളവും സംസ്കൃതവും കൂടെ വിളക്കി ചേർക്കാൻ പോകും. എന്റെ പൊന്നു കുഞ്ഞെ, നമുക്ക് വഴങ്ങി വരത്തില്ല. അത് ആരുടെ കുറ്റമല്ല. അതതിന്റെ കാര്യത. ഋണം എന്ന് പറയുന്ന വാക്ക് സംസ്കൃതമാണത്. അയക്കൊല്ല എന്ന് പറയുന്നത് പച്ച മലയാളം, നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജ്, നമ്മുടെ സംഭാഷണ. ഈ ഭഗവാന്റെ മാജിക്കതല്ലേ എന്ന്. ഈ വാക്കുകളെ സംസ്കൃതമെന്നോ മലയാളമെന്നോ തമിഴെന്നോ ഒന്നും പരിഗണിക്കാതെ ഈ വാക്കുകളെ ഇങ്ങനെ വിളക്കി ചേർക്കുകയാണ് ഞാൻ. മനസ്സിലായി? ആശയങ്ങളെ കൊണ്ടൊന്ന് ഗർഭം ധരിപ്പിക്കുകയാണ് വാക്കുകളിലേക്ക് ആശയങ്ങൾ വന്നങ്ങ് ജനിപ്പിക്കുകയാണ്. മനസ്സിലായോ? ഒരു മായാജാലമല്ലേ മന്ത്രം. കടം 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 ഋണം. ഇനി ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും? ഇല്ല എന്ന് വേണം പറയാൻ, അല്ലേ? പിന്നെ കാളി നാടകം, ഈ കാളി നാടകം എഴുതിയിരിക്കുന്ന വൃത്തം ഏതാണെന്നൊക്കെ അറിയാമോ നിങ്ങൾക്ക്? മലയാളം പഠിച്ചിട്ടുള്ളവർക്കും മലയാളം പഠിച്ചവർക്കും മലയാളത്തിന് നമ്മൾ പണ്ട് കവിതകളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ വൃത്തവും അലങ്കാരവും ഒക്കെ ചോദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിന്റെ വൃത്തം എന്താണെന്നൊക്കെ അത് അറിയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ പോലും
സിംഹവിക്രാന്തം എന്ന് പറയുന്ന വൃത്തത്തിലാണ് കാളി നാടകം എഴുതിയിരിക്കുന്നത്. സിംഹവിക്രാന്തം എന്ന് പറയും. അപ്പൊ ഇത് സാധാരണ കവികൾ ആരും ഫോളോ ചെയ്യാത്ത ഒരു വൃത്തമാണ് വിക്രാന്തം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, മനസ്സിലാക്കിയിരിക്കാം. ചിലരൊക്കെ ഇപ്പം പഠന ക്ലാസ്സുകളിൽ ചേർന്നിരുന്നുണ്ട് വൃത്തവും അലങ്കാരവും ശാസ്ത്രവും ഒക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്നാലും അറിയാൻ വേണ്ടി ഇപ്പൊ എന്ത് പറയുന്നു, നമുക്ക് എല്ലാവരും ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? ലതാ മാഡം? ഇല്ല സാർ, സാറ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതില് നമ്മള് ഭഗവാനെയും അതേപോലെ തന്നെ ഭഗവതിനെയും ഒക്കെ നേരിട്ട് കാണുന്ന പോലെയാണ് സാർ പറഞ്ഞു തന്നത്. ഇതൊരിക്കലും മറക്കില്ല സാർ. ഓക്കെ, സന്തോഷം. അപ്പം പിന്നെ പറഞ്ഞതിനകത്തെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ, അതറിഞ്ഞാൽ മതി. പിന്നീട് എന്ത് പറയുന്നു പ്രമോദ്? പുതിയ ആളാണ്, ആദ്യമായിട്ട് വരികയാണ്. പ്രമോദിന് എന്ത് തോന്നി? പ്രമോദൊന്നും പറയുന്നില്ല അല്ലേ? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. നല്ല ക്ലാസ് ആണ് സർ. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. ഇങ്ങനെയുള്ള ക്ലാസ്സുകള് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി പങ്കെടുത്തിട്ടുണ്ടോ? ഓക്കെ. ഇനിയിപ്പോ നമ്മൾ അടുത്തൊരു ക്ലാസ് കൂടെ തുടങ്ങും. അപ്പൊ അതിനകത്തൊക്കെ നിങ്ങൾക്ക് കടന്നു വരാം. ഇപ്പൊ എന്തായാലും കാളി നാടകത്തിന്റെ അവസാന ഭാഗത്താണല്ലോ നിങ്ങൾക്ക് വരാൻ പറ്റിയത്. പിന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയും കൂടെ ചെയ്യുക, ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ. ഓക്കെ. പിന്നീട് നമ്മുടെ ദിവ്യ വിദ്യാധരൻ എന്ന് പറയുന്ന ആള്, അതും പുതിയ ആളാണ് അല്ലേ? മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? പോട്ടെ, അപ്പൊ അവരൊന്നും സംസാരിക്കുന്നില്ല. നമ്മളെ ആൾക്കാര് ഇന്ന് പതിവ് ആൾക്കാർ ഒട്ടേറെ പേര് ഇല്ലാതെ വന്നിട്ടുണ്ട്. അത് പറയാം, അത് നമ്മൾ അനൗൺസ് ചെയ്യും, നമ്മൾ ഇതിനകത്ത് പറയും. അപ്പം പിന്നെ സൂനജെ, ഇനി നമ്മൾ അടുത്തത് ഏത് കൃതിയാ എടുക്കേണ്ടത് പറ. സാറിപ്പോ കാളി നാടകം എടുത്ത പോലെ സാർ തന്നെ ഡിസൈഡ് ചെയ്തിട്ട്, കാരണം കാളി നാടകം ഒന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇത്രയും. സാറിന്റെ ക്ലാസ് എപ്പോഴും പറയാറുള്ളത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പദാനുപദം അർത്ഥം വിവരിച്ചുകൊണ്ട് നമ്മൾക്കൊന്നും എവിടെ നിന്നും ക്ലാസ് കിട്ടില്ല. അപ്പൊ അത് കാളി നാടകം ഒക്കെ ഞാൻ ആദ്യമായിട്ടൊന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാല്, സാറ് ഈ പുസ്തകങ്ങളൊക്കെ കൃതികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിങ്ങനെ ഇത്ര ഡീപ്പായിട്ട് നമ്മൾ വായിക്കുന്നതും കാര്യങ്ങള്, അപ്പൊ അതില് കാളി നാടകമൊക്കെ അങ്ങനെ മനസ്സിലേക്ക് വന്നിട്ടേ ഉണ്ടായില്ലാത്തൊരു കൃതിയായിരുന്നു. അതിനെ ഇത്രയും ഡീപ്പായിട്ട് പരിചയപ്പെടുത്തിയ പോലെ എങ്ങനെ എന്താ പറയാ, ഒരു അങ്ങനെ മറ്റാരും അധികം പരാമർശിക്കാത്ത കൃതികള് സാറെടുത്ത് അർത്ഥം പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും. പറഞ്ഞോ, നിങ്ങള് പറഞ്ഞോ ഏതാ വേണ്ടെന്ന്. ബാഹുലായ അഷ്ടകം അല്ലേ? ബാഹുലായ അഷ്ടകം അത് വേണോ? അതല്ല, ഈ രണ്ട് കൃതികളും നമ്മള് രാവിലെ കൂടി കഴിഞ്ഞിട്ട് ചൊല്ലിയിട്ടേ നല്ലതാണെന്ന് നമ്മള് കേട്ടുകയുണ്ട്, നമ്മളത് ചൊല്ലാറുണ്ട്. ബാഹുലാഷ്ടകം അതുപോലെ തന്നെ ഭദ്രകാളി അഷ്ടകമൊക്കെ എല്ലാ ദിവസവും ചൊല്ലുന്നത് വളരെ നല്ലതാണെന്ന് എല്ലാവരും അതെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാഹുലേയാഷ്ടകമൊക്കെ നിങ്ങള് അതിനകത്തൊരു കാര്യം എന്താണെന്നറിയാമോ? ബാഹുലേയാഷ്ടകം എന്ന് വെച്ചാൽ എന്താ, കൃതി എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ അത് പൂജയ്ക്കും ഉപാസനയ്ക്കും ഒക്കെ എടുക്കുന്ന ഒരു കൃതിയാണ്. ഏത്? ബാഹുലേയാഷ്ടകം, പിന്നീട് ഭദ്രകാളി അഷ്ടകം. ഇത് രണ്ടും ഒരു മൂലമന്ത്രം പോലെ നമുക്ക് ചൊല്ലാൻ പറ്റിയതാണ്. അതിനകത്ത് ബാഹുലേയാഷ്ടകം എന്ന് പറയുന്ന കൃതി ആരംഭിക്കുന്നത് ബീജാക്ഷരങ്ങൾ കൊണ്ടാണ്. മനസ്സിലായോ? ഈ അക്ഷരബ്രഹ്മമാണ്, നാദബ്രഹ്മമാണ്, നാദപ്രപഞ്ചമാണ് ഈ ലോകം അല്ലേ? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ നാദപ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം നാദത്താൽ പിന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഈ നാദങ്ങൾ കൊണ്ട് പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുമ്പോഴേ ഈ പ്രപഞ്ചത്തിൻ്റെ
ആദി കാരണമായി ഭവിക്കുന്നത് അക്ഷരങ്ങളാണ്, ബീജാക്ഷരങ്ങളാണ്, ബീജമാണ്. ഈ പ്രപഞ്ചത്തിന്റെ വിത്തായിട്ട് മാറുന്നത് ഈ ബീജമായി മാറിയിരിക്കുന്ന ബീജാക്ഷര ശബ്ദങ്ങളാണ്, ഈ നാദങ്ങളാണ്, നാദപ്രപഞ്ചമാണ്, ശബ്ദപ്രപഞ്ചമാണ്. അപ്പോൾ അത് ബാഹുലേയാഷ്ടകം നമുക്ക് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പഠിക്കുകയും നിങ്ങളുടെ മനസ്സിൽ ഈ ഭക്തി ഉറയ്ക്കുകയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിൽ മൗനവും ശാന്തിയും വന്ന് നിറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പഠിച്ചാൽ മതി ബാഹുലേയാഷ്ടകം. അത് നമ്മൾ അങ്ങനെ പഠിക്കാനുള്ളതല്ല യഥാർത്ഥത്തിൽ. നിങ്ങൾ ചൊല്ലിക്കോ, ചൊല്ലുന്നതിനൊന്നും കുഴപ്പമില്ല. അത് ചൊല്ലുമ്പോൾ നമുക്ക് അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരും, മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് ഒരു മിസ്റ്റിക്കായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ മൗനാനുഭവങ്ങളുടെ പരകോടിയാണ്. അപ്പം അങ്ങേ അറ്റമാണ്. മനസ്സിലായോ? ബാഹുലേയൻ ഇങ്ങനെ മയിലിന്റെ പുറത്ത് കയറി അങ്ങ് അണ്ടകടാഹങ്ങൾക്ക് അകലെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. വരുമ്പോഴുണ്ടാകുന്ന ശബ്ദങ്ങളൊക്കെയാണിത്. ആ ബീജാക്ഷരങ്ങളൊക്കെ അതാണ്. പോട്ടെ, അത് നമുക്ക് അങ്ങനെ പഠിക്കണ്ട, അത് നമുക്ക് പഠിക്കാം. കുറെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ശരിയാണോ എന്തോ പറഞ്ഞില്ല. പിന്നെ ദർശനമാല തന്നെ മുഴുവനാക്കിയാലോ സാറേ? എങ്ങനെ പഠനം ക്ലാസ് ആയിട്ടോ? അതെ, ഒരെണ്ണല്ലേ നമ്മള് ചെയ്തുള്ളൂ, അധ്യാരോപ ദർശനം. ദർശനമാല ഈ പറഞ്ഞതുപോലെയാണ് ടീച്ചറെ. ദർശനമാലയെ നമ്മളെ അത് യഥാർത്ഥത്തിൽ നമ്മള് പിന്നെ ഗൃഹസ്ഥന്മാര് പഠിക്കണം. ഗൃഹസ്ഥന്മാർ പഠിക്കുമ്പോൾ അവരുടെ മനസ്സ് ഉറയ്ക്കണം, മനസ്സ് ഭക്തിയിൽ ഉറയ്ക്കണം. ഉറച്ചതിന് ശേഷം ഞാനത് നിങ്ങൾക്ക് ദർശനമാല പറഞ്ഞു തന്നതിന്റെ കാര്യം, ഈ ഭഗവത്ഗീതയ്ക്ക് സമാനമായ ഒരു കൃതി ഉണ്ട് എന്നും അത് സംസ്കൃതമാണെന്നും അത് അതിൻ്റെ പിന്നെ ആഴം എന്താണെന്നും ഒക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ക്ലാസ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ഭക്തി നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. നമ്മുടെ ഉള്ളിൽ ഈശ്വര സങ്കല്പം നിറയണം. നിറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ദർശനമാല, പിന്നീട് എന്താണ് മുനിചര്യ പഞ്ചകം, ബാഹുലേയാഷ്ടകം, പിന്നെ ഭദ്രകാളി അഷ്ടകവും ബാഹുലേയാഷ്ടകവും പഠിക്കുന്ന ഭക്തി നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചതിന് ശേഷമേ നിങ്ങൾ ഇത് പഠിക്കാവൂ. ഭദ്രകാളി അഷ്ടകവും പിന്നെ ബാഹുലേയാഷ്ടകവും. ബാഹുലേയാഷ്ടകം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അതിലപ്പുറം വേറൊന്നും ഇല്ല. അതാണ് ബാഹുലേയാഷ്ടകം. അപ്പൊ നമുക്ക് ദർശനമാല പഠിക്കാൻ വരട്ടെ. നമ്മളത് അത്രയും ഇപ്പൊ പഠിച്ചാൽ, ഇപ്പൊ നിങ്ങളെ ഇതിനകത്ത് താല്പര്യമുള്ളവർക്ക് കുറെ പേർക്ക്, ഒരു 10 പേരുണ്ടെങ്കിൽ, ഒരു 50 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾ 1-2 പേർക്ക് മാത്രമേ ദർശനമാലയിലൂടെ കയറി ഇറങ്ങി പോകാൻ പറ്റൂ. അപ്പൊ ബാക്കിയുള്ളവര് വിഷമിച്ചു പോകും. ഇത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ തലയ്ക്ക് മീതെ ഇതങ്ങ് പോകും. മനസ്സിലായോ? എങ്ങും എത്തത്തില്ല. ഓ, കുണ്ടലിനി പാട്ടായാലോ? കുണ്ടലിനി പാട്ട് എടുക്കാം. ദേവീസ്തവം എടുക്കാം. കുണ്ടലിനി പാട്ടെന്ന് പറയുന്നത് അത് നമുക്ക് എടുക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ്. കുണ്ടലിനി പാട്ട് പാമ്പാട്ടി ചിന്ത എന്നും പറഞ്ഞിട്ട് ആൾക്കാര് പല രീതിയിൽ പിന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആൾക്കാരെ കബളിപ്പിക്കുന്നുണ്ട്. കുണ്ടലിനി പാട്ട് പാമ്പാട്ടി ചിന്ത ആണെന്നും പറഞ്ഞു. അപ്പൊ അത് യഥാർത്ഥത്തില് അത് എന്താണ് കുണ്ടലിനി പാട്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. കാരണം ഗുരുദേവൻ എന്റെ അറിവില് ഞാൻ എന്താ പറയാ, എവിടെയും ഞാൻ കേൾക്കാത്തൊരു വാക്കാണ് പാമ്പാട്ടിച്ചിന്ത് എന്നുള്ളൊരു വാക്ക്. ഗുരുദേവന്റെ ഒരു കൃതികളിലും അല്ലെങ്കിൽ ഗുരുദേവന്റെ മറ്റെവിടെ അങ്ങനെ ഒരു വാക്കേ കേട്ടിട്ടില്ല. അപ്പോ ഈ അടുത്ത കാലത്ത് പാമ്പാട്ടിച്ചിന്ത് എന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്ന ഒരു ഇതൊക്കെ കണ്ടിരുന്നു. അതും എന്താ പറയാ, നമ്മളൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഒരു അങ്ങനെ ഒരു ടീച്ചറിൽ നിന്ന് തന്നെ അത് കേട്ടപ്പോ ഭയങ്കര ഒരു സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു സുനജ, അത് ടീച്ചർ മാത്രമല്ല, നമ്മള് പിന്നെ വലിയ പിന്നെ വിഗ്രഹങ്ങളെന്ന് കരുതിയിട്ടുള്ള ആൾക്കാർ പോലും, മഹാന്മാർ പോലും, മഹത്തുക്കൾ പോലും കുണ്ടലിനി പാട്ടിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. ചിത്രീകരിച്ചേക്കുന്നതിന്റെ കാരണം, ഇപ്പം കുണ്ടലിനി എന്ന് പറയുന്ന കുണ്ടലിനി ശക്തി
കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ ശ്രമിക്കാത്ത ഒരു വ്യക്തി ചെമ്പഴന്തിയിലെ നാരായണനായിട്ട് മാത്രമേ ഇരിക്കൂ. നാരായണ ഗുരു ആവൂല. നാരായണ ഗുരു ആയിട്ടുണ്ടെങ്കിൽ അത് കുണ്ടലിനി ശക്തി ഉണർന്നത് കൊണ്ടാണ്. അതിനെ പാമ്പ് പിടിക്കാൻ പോയിട്ടോ പാമ്പാട്ടിപ്പാട്ട് പഠിച്ചോണ്ടോ അല്ല നാരായണ ഗുരു ആയത്. അവരോടൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പിന്നെ ശബ്ദത്തിന് ഇച്ചിരി കാഠിന്യമൊക്കെ ഉണ്ടാകും. ചിലപ്പം വളരെ റഫായിട്ട് സംസാരിക്കേണ്ടി വരും. ഭഗവാൻ എങ്ങനെയാണ് നാരായണ ഗുരു ആയത്? തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെ ഉണർത്തിയെടുത്ത് കൊണ്ടുവന്ന് വന്നതിന് ശേഷമാണ്, കുണ്ടലിനിയെ ഉണർത്തിക്കൊണ്ട് വന്നതിന് ശേഷമാണ് നാരായണ ഗുരു ആയത്. അല്ലെങ്കിൽ നമ്മളെ പോലെ ആളെ ആകത്തുള്ളായിരുന്നു. നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഭോഗികളായി നിൽക്കുന്നത്? നമ്മളിലെ കുണ്ടലിനി ശക്തി ഉണർന്നിട്ടില്ല. അതിനെ ഉണർത്തി പിന്നെ എത്തേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളെല്ലാം ഗുരുക്കന്മാരായനെ. ചിദാനന്ദവും നിജാനന്ദവും ഒക്കെ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇത് നമുക്ക് ലഭ്യമാകാതെ പോയത് കുണ്ടലിനി ശക്തി ഉണരാത്തത് കൊണ്ടാണ്. ഇത് ഈ പറയുന്ന പ്രൊഫസർമാരും ഡോക്ടർമാരും മറ്റ് പ്രഗത്ഭന്മാരും ഒക്കെ ഇത് മറച്ചു വെച്ചോണ്ട് പലതും പുലമ്പുവാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് നിസ്സഹായരല്ലേ അപ്പ, അല്ലേ? നമ്മളൊക്കെ സാധുക്കളല്ലേ? അവരൊക്കെ പ്രമാണികന്മാരും പ്രൊഫസർമാരും പിന്നെ പണ്ഡിതന്മാരും ഒക്കെയാണ്. അപ്പൊ അവര് പറയുന്നതായിരിക്കും ആൾക്കാർ അംഗീകരിക്കുന്നത്. പോട്ടെ, നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് അടുത്തത് എന്ത് വേണം? പിന്നെ കുണ്ടലിനി പാട്ട് വേണോ? എല്ലാരും ഭൂരിപക്ഷ അഭിപ്രായം എന്താണ്? കുണ്ടലിനി പാട്ട്. അത് മതി സാർ. അപ്പൊ നമുക്ക് ഈ മൂലാധാരം തൊട്ട് സഹസ്രാബ്ദം വരെയുള്ള കാര്യങ്ങളെ എല്ലാവർക്കും അതിനെ കുറിച്ചിട്ട് അറിയില്ല. കുണ്ടലിനി ശക്തിനെ കുറിച്ചിട്ട് പലർക്കും അറിയില്ല. അപ്പൊ അത് നമുക്കൊന്ന് പരിചയപ്പെടാനും അറിയാനും ഒക്കെ ഒരു അവസരമായിരിക്കും തോന്നുന്നു. അങ്ങനെ ആയിക്കോട്ടെ, കുണ്ടലിനിയെ തന്നെ ആയിക്കോട്ടെ. റീത്ത മാഡം ഒക്കെ കുണ്ടലിനി പാട്ട് പഠിച്ചതാ. തലശ്ശേരി നമ്മള് ക്ലാസ് എടുത്തതാ. കേട്ടിട്ട് മതിയായില്ല ഇതുവരെ, അല്ലേ? ഇനിയും കേക്കണം. ശരി 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 ശരി. ഗുരുവിന്റെ കൃതികൾ എത്ര പ്രാവശ്യം കേട്ടാലും നമുക്ക് മതിയാവില്ല. നമ്മൾ ഓരോ പ്രാവശ്യം പഠിക്കും തോറും കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ പോവുക ചെയ്യുന്നത്. അതെ 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 അതെ. അതാണ് അതിന്റെ പ്രത്യേകത. ഓരോ പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും പുതിയ ഇതിലേക്ക് നമ്മൾ പോകും. അതെ അതെ അതെ. അപ്പൊ നമുക്ക് നിങ്ങൾ എല്ലാവരും കാളി നാടകം വായിച്ചു പഠിച്ചോ? ചൊവ്വേ നേരെ കാളി നാടകം അതായത് നമ്മള് ഇപ്പൊ ബാച്ച് 2 കാളിനാടകം കഴിയാൻ പോവാണ്. അപ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങള്, അങ്ങനെ തന്നെ പറയാം, നമ്മളിപ്പോ ഒരു കുടുംബമാണ്. അപ്പൊ ഈ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോഴും ഒരു സംസാരിക്കാനോ അല്ലെങ്കിൽ കൃതികൾ ചൊല്ലിയിടാനൊക്കെ ഇപ്പോഴും എന്തോ ഒരു മടി പോലെ. നമ്മുടെ വീട്ടില് നമ്മള് ഒരു മടിച്ചു മാറി നിൽക്കേണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് കമ്പനി ആയിട്ട് ആകെ ബീന ടീച്ചർ മാത്രമേ ഉള്ളൂ ചൊല്ലിയിടാനായിട്ട്. പിന്നെ അപ്പോ അല്ല, ഞാനിത് ആരും നിർബന്ധിക്കുന്നതോ അല്ല, അങ്ങനെ ഒരു ഇതല്ല. നമ്മളിതൊരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് കുറച്ചും കൂടി ഒരു അറ്റാച്ച്ഡ് ആയിരിക്കണം. ഇത് ഒരു ഡിറ്റാച്ച്മെന്റ് ഫീല് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു 2 വരിയെങ്കിലും. അതിലിപ്പോ ഞാനൊക്കെ ചൊല്ലിടുന്ന കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാലോ, നമ്മൾക്ക് ഇതൊന്നും നല്ല ഭംഗിയിൽ ചൊല്ലാൻ അറിഞ്ഞിട്ടോ ഒന്നുമല്ല. പക്ഷെ അറിയുന്ന രീതിയിൽ നമ്മളത് ചൊല്ലിടുന്നൊരു ആഗ്രഹമാണ്. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയാണ്. 2 വരിയെങ്കിലും ഗുരുവിന്റെ ഒരു കൃതികൾ എല്ലാ ദിവസവും രാവിലെയോ സമയം കിട്ടുന്ന എപ്പോഴായാലും, രാവിലെ വൈകിട്ടോ ഉച്ചയ്ക്കോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ഒരു 2 വരി ചൊല്ലിയിടാൻ കഴിയും. അത് എല്ലാ ദിവസവും എല്ലാവരും ചൊല്ലുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടെന്നുള്ളൊരു ഫീല് അതിന് വേറെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അർത്ഥാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. റിക്വസ്റ്റ് ആണ്. വൈഫ് ബിന്ദു നേരം നന്നായി ചൊല്ലലുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായി കേൾക്കാതെ സാർ. ഈ പറയുന്ന ആള് ചൊല്ലാറില്ലല്ലോ, ഉണ്ടോ? അയ്യോ, അത് പറയാൻ മറന്നുപോയി. ആളും എനിക്കൊരു കമ്പനിയുള്ള ആളാ. ഈയിടെ ആയിട്ട് ഇച്ചിരി തിരക്ക് വീട്ടിലുണ്ട്. അത് ഒരു ചെറിയ ഒന്ന് സെറ്റായി വരാനുള്ള ഒരു വിഷമത്തിൽ ഇരിക്കുന്നു ഞങ്ങള്. അതുകൊണ്ട് ആ ചൊല്ലിടാത്തത്. ഞങ്ങള് ചെല്ലുമ്പോഴേ ഞങ്ങൾക്ക് വലിയ വിവരമൊന്നും ഇല്ലല്ലോ. അപ്പൊ ശരിയോ തെറ്റോ എന്നൊരു അഭിപ്രായം കൂടെ സാറ് പറഞ്ഞ ഞങ്ങൾക്ക് സന്തോഷമായി. അതെ, ഞാന് പലപ്പോഴും ഞാൻ കറക്റ്റ് ചെയ്യാനും തിരുത്താനായിട്ട് പോയിട്ടുള്ളപ്പോഴേ പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ.
നമ്മൾ ഒരാൾ ചൊല്ലുന്നതിനകത്ത് ഇന്ന തെറ്റുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടാതിരിക്കുകയും ഞങ്ങളെന്താ മോശക്കാരാണോ, ഞങ്ങളെ എന്തിനാ തിരുത്താൻ വരുന്നത്, അത് കളിയാക്കിയതല്ലേ എന്ന്. അങ്ങനെ തോന്നില്ല സാർ, കാരണം തെറ്റ് തിരുത്തപ്പെടേണ്ടതാണല്ലോ. അത് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, പിന്നെ സമയം പോലെ ഞാൻ ചെയ്യാം. അത് മതി, അത് മതി. തിരക്ക് ബുദ്ധിമുട്ടിയൊന്നും ചെയ്യണ്ട. ഒഴിവുള്ളപ്പോ എന്തായാലും അവിടെ കിടക്കൂലോ, ഓടി അവിടെ കിടക്കൂലോ. അതെ അതെ അതെ. ഇതൊക്കെ നമ്മൾ എന്താണെന്നറിയാമോ, നമ്മൾ ചൊല്ലിപ്പഠിക്കുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് ചൊല്ലിപ്പഠിക്കുന്നത്. ഇതൊക്കെ ഓൺലൈനിൽ ഇരുന്ന് ചൊല്ലിയാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പം കറക്റ്റ് ചെയ്തിട്ടാൽ പോലും നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. പിന്നെ നമുക്കത് ചെക്ക് ചെയ്യാനൊന്നും പറ്റും. ഒന്ന് ചെക്ക് ചെയ്യാൻ കൂടെ ചെയ്തെങ്കിലേ ഇത് ശരിയാവത്തുള്ളൂ. മനസ്സിലായോ? ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭാഷകളുടെ ഒരു സംഘനൃത്തം എന്നൊക്കെ പറയത്തില്ലേ, വാക്കുകളുടെ. ഈ നമുക്ക് പിന്നെ എന്താണ് പറയുന്നത്, ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം, ഭാഷയുടെ തന്ത്രം, വാക്കുകളിലൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സൗന്ദര്യ ശാസ്ത്രം, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്ന രീതിയിലല്ല. അത് മറ്റൊരു കവികളോ മറ്റ് ദാർശനികന്മാരോ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളും ആശയങ്ങളും ഒന്നും അല്ല ഭഗവാൻ ഉപയോഗിച്ചേക്കുന്നത്. അതാണ് അതിനകത്ത് ഒരു പ്രശ്നം. അതാണ് നോക്കാം, നമുക്ക് എന്തായാലും ശ്രമിക്കാം. അപ്പോഴ് പിന്നെ ഒരു കാര്യം, പിന്നെ നമ്മുടെ സൂനജ് പറഞ്ഞൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളിത് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഞാനിത് പറഞ്ഞിട്ട് പോലും നിങ്ങൾ ആരും കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സംഘർഷം നിങ്ങൾ ആലോചിച്ചു. നിങ്ങളെ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇത് പഠിപ്പിക്കുന്ന ഒരാള് പഠിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, ഈ കൃതികളൊക്കെ ഒന്ന് ആലപിച്ചിടുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ഇതിനകത്ത്? നമ്മൾ പിന്നെ എന്ത് കടപ്പാടും, എന്ത് കടമയും കടപ്പാടും, എന്ത് ബഹുമാനവും, എന്ത് പോട്ടെ, ഞാനതൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങളെ സ്വയം തീരുമാനിക്കുക, സ്വയം ചെയ്യുക, അത്രമാത്രമേ ഞാൻ പറയത്തുള്ളൂ. എനിക്കതൊക്കെ, ഞാൻ അങ്ങനൊന്നും ആരോടും ഫോഴ്സ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. പിന്നെ പറയുക, അവരോട് നമ്മൾ മാന്യമായി ആവശ്യപ്പെടുക, റിക്വസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. നമ്മുടെ ഒരു പാഠശാലയാണല്ലോ. നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ തെറ്റുള്ളവരും ശരി തെറ്റ്, ഞാൻ പറയും, എനിക്ക് തന്നെ എന്തെല്ലാം തെറ്റ് സംഭവിക്കുന്നുണ്ട്. ഞാൻ പിന്നെ നിങ്ങൾക്ക് എടുക്കുന്ന ക്ലാസ് പിന്നീട് രണ്ടാമത് ഞാൻ കേട്ട് നോക്കുമ്പോൾ എനിക്ക് പല തെറ്റുകളും എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ തെറ്റുകൾ സംഭവിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ രണ്ടെണ്ണം നല്ല ആക്റ്റീവായി ക്ലാസ്. അതെ 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 സാറിന് സംഭവിച്ച തെറ്റില്ല. അതെ 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 അങ്ങനെയൊക്കെ സംഭവിക്കാവുന്നേ. അയ്യോ, ഞാൻ കേവലം നിങ്ങളെ പോലെ ഒരു ആള് മാത്രമാണ്. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ തുടങ്ങിയത് ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ തുടങ്ങി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എൻ്റെ 20ാമത്തെ വയസ്സിലല്ല, ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സിൽ തുടങ്ങിയതായത്. കൂടുതൽ പറഞ്ഞാല് മനസ്സിലായോ? എൻ്റെ ഒരു 10-15 വയസ്സ്, 10-12 വയസ്സുള്ളപ്പോൾ മുതലേ തുടങ്ങിയതാണ് ഇതൊക്കെ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛനെ എന്നെ കൊണ്ട് പിന്നെ ഭാഗവതവും രാമായണവും വായിപ്പിക്കുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അങ്ങനെയൊക്കെ വായിച്ച് പഠിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് നമ്മളിത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രാമായണവും ഭാഗവതവും വായിച്ചില്ലെങ്കിൽ അത്താഴം തരാത്തൊരു സാഹചര്യം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചു. ആ സാഹചര്യം നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റി കാണത്തില്ല. എന്നാലും നിങ്ങൾക്ക് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്, അത്രമാത്രം. അപ്പം നമുക്ക് ഇന്നിവിടെ നിർത്തിയാലോ? നിർത്താം അല്ലേ? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി 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 ശാന്തി.